ഹായ്, തുടങ്ങടാ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് വർക്ക് എനർജി പവർ. ഓക്കെ, വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ പാഠം നമ്മൾ ഇന്നലെ പഠിച്ച ലോസ് ഓഫ് മോഷനുള്ള പാഠം അല്ലേ? നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ പാഠം ഒന്ന് ജസ്റ്റ് ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം തരാണ്. ലോസ് ഓഫ് മോഷൻ നന്നായി പഠിച്ചൊരു കുട്ടിക്ക് ജസ്റ്റ് നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ത് കിട്ടൂടാ? ഫോഴ്സ് കിട്ടും. വർക്ക് എനർജി പവറിൽ വരുമ്പം ഈ കണ്ടുപിടിച്ച ഫോഴ്സിനെ നമ്മൾ F.S ആക്കി ചെയ്യുന്നു. അത്രേ വർക്ക് എനർജി പവറിൽ ചെയ്യാനുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഈ പാഠത്തിൻ്റെ അസ്ഥി എന്ന് പറഞ്ഞ സാധനം. പിന്നെ ചെറിയൊരു കൊലീഷൻ എന്നുള്ള പാർട്ടുണ്ട്. ഓക്കെ, അപ്പം എടാ തിയറി മാത്രമല്ലടാ, നമ്മൾ തിയറി ഒരു അശ്വതി പ്രദീപ് നമ്മൾ തിയറി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് പറയും. കാരണം വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് തിയറി വൈസ് പറയാനുള്ളൂ. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യും. ഓക്കെ, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യും. നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല, അറ്റ്ലീസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിലുള്ള എല്ലാ സെഷനിലും ഒരു 4-5 ക്വസ്റ്റ്യൻ അങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വർക്ക് എനർജി പവർ എന്ന പാഠം പ്രത്യേകിച്ച് ഒരുപാടൊന്നും ചിന്തിക്കാനില്ലാത്തതുകൊണ്ട് കുറച്ച് ശ്രമിച്ചിട്ട് 1-2-3-4 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തിയറി പറയടാ, തിയറി പറയും. തിയറി പറയാണ്ടൊന്നും പോകില്ല. എല്ലാ തിയറിയൊക്കെ പറഞ്ഞ് ആവശ്യമുള്ള കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ട് മാത്രം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സെഷൻ ആരംഭിക്കാം. ഓക്കെ, എന്നിട്ട് എങ്ങനെ പോകണം? പഠിത്തം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്താ അവസ്ഥ? എന്താ സൈക്കാവുന്നുണ്ടോ? കുറ്റബോധം അടിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ല എന്നുള്ള മണ്ടനാനുള്ള തോന്നൽ വരുന്നില്ലേ? ഭ്രാന്താവുന്നില്ലേ? അല്ലേ? അങ്ങനത്തെ എല്ലാ വികാരങ്ങളും വരുന്നില്ലേ? വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്ന്, വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കിയാൽ മതിയെന്നു. എൻ്റെ കൂടെയുള്ളവൻ ഇപ്പോൾ BSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ ആയി, ഞാൻ ഇപ്പോഴും +2 ആണ്. അങ്ങനത്തെ എല്ലാ തോട്ട്സൊക്കെ വന്ന് ആകെ സൈക്കഡിക്കാവുന്നില്ലേ? അതിനൊന്നും യാതൊരു കുറവുമില്ലല്ലോ. മോഷനെ പ്ലെയിൻ എപ്പോഴാണ് എടുക്കാന്നാ? എടാ നിൻ്റെയൊക്കെ തല ഞാൻ അടിച്ച് കൊടുക്കും ഞാൻ. 2 ദിവസം മുമ്പ് എടുത്തടാ. നാളെ എന്ത് എക്സാം ആടാ? എന്ത് എക്സാം നാളെ? ഓ, നീറ്റ് ഗാല എക്സാം, അതാണോ? ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം നിങ്ങളെ സെൻറ്റേഴ്സിലൊക്കെ ഇഷ്ടംപോലെ എക്സാം നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നീറ്റ് മോഡൽ എക്സാം പലതവണ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നടത്തും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ആ റാങ്ക് ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ഒരു മാസം കഴിഞ്ഞാൽ. മനസ്സിലായോ? നിങ്ങളിപ്പം നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ റിവിഷൻ എന്നുള്ള സാധനം എത്തിയിട്ടുണ്ടാവില്ല. എത്രയൊക്കെ റിവിഷൻ എന്ന സാധനം എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ പഠിത്തം ഫുള്ളാവില്ല. ഈ പഠിത്തം കംപ്ലീറ്റ് ആവാതെ നിങ്ങൾ എക്സാം എഴുതുമ്പം ഒരു നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്ത് എഴുതുന്ന എക്സാം നിങ്ങളിപ്പോൾ നാളെ എഴുതാൻ പോകുന്ന നീറ്റ് മോഡൽ എക്സാം നല്ല വ്യത്യാസം ഉണ്ടാകും, റാങ്ക് വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രാക്ടീസ് എക്സാം എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രം എടുത്താൽ മതി. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് 1 റാങ്ക് കിട്ടണമെങ്കിൽ കേരളത്തിൽ നാളെ 1 റാങ്ക് നിൽക്കണമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ഇപ്പോഴത്തെ അവിടുത്തെ സെൻറ്ററത്തെ എക്സാം കാര്യങ്ങളൊന്നും ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നിങ്ങൾ നിങ്ങളെ പ്ലാൻ അനുസരിച്ച് പോവുക. നിങ്ങളൊരു എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ടാവുക. മനസ്സിലായി? ഇങ്ങനത്തെ മാർക്കിലൊന്നും നിങ്ങൾ ആകെ ഡെസ്പ് ആവാണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്താണ് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കടാ. ഈ മെക്കാനിക്സ് എന്നൊക്കെ ചെറ ക്വസ്റ്റ്യൻ ചെയ്യുക. 1D 2Dയിലായിരിക്കണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം അതാണ് ഈ പറയുന്ന മെക്കാനിക്സിൻ്റെ ഏറ്റവും വലിയ ബേസ്. ആ ബേസ് അത്രയും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ പഠിച്ചു ഉയർത്താൻ ഭയങ്കര സിമ്പിളാണ്. മനസ്സിലായി? ലോസ് ഓഫ് മോഷനൊക്കെ ഒരു 100-200 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നമുക്ക് അത്രയും അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ലോസ് ഓഫ് മോഷൻ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്ന വർക്ക് എനർജി പവർ അതിനനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ. കാരണം ഞാൻ പറഞ്ഞ പോലെ വർക്ക് എനർജി പവർ ലോസ് ഓഫ് മോഷൻ F കണ്ടുപിടിച്ച F.S ആണ് വർക്ക് എനർജി പവറിൻ്റെ അടിസ്ഥാനം. പിന്നെ അല്ലറ ചിലർ വർക്ക് എനർജി തിയറം ഒരു കൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ കുറച്ചൊന്നും ഇതിന് ചെയ്യാനുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന പാഠം, ഗ്രാവിറ്റേഷൻ എന്ന പാഠം വളരെ 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 സിമ്പിളായിട്ടുള്ള കാര്യം. 5-6 കൺസെപ്റ്റ് മാത്രമല്ല, മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒറ്റൊരു ഏരിയ ടോട്ടൽ എനർജി കൺസർവേഷൻ. എനർജി അറ്റ് പോയിന്റ് A = എനർജി അറ്റ് പോയിന്റ് B. ഇവിടെ ഒരു സാറ്റലൈറ്റ് എനർജി എന്തായിരിക്കും, അവിടുത്തെ ഒരു സാറ്റലൈറ്റ് എനർജി എൻ്റെ ഇക്വേറ്റ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. അത് തന്നെയാണ് ആ ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിൻ്റെ അസ്ഥി. മനസ്സിലായോ? അപ്പം നിങ്ങളിപ്പം എന്താ പറയുക, മെക്കാനിക്സ് എന്ന സാധനം നിങ്ങൾ വീക്കാണെങ്കിൽ 1D 2Dയിൽ ഒരു 1000 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1000 ക്വസ്റ്റ്യൻ ചെയ്യാം. മനസ്സിലായി? കണ്ണ് തള്ളാണ്ട് 1000 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1000 ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനനുസരിച്ച് കയറി പോകുമ്പോൾ ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കോഴ്സ് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ക്ലാസ് തുടങ്ങാം.
ഓക്കെ. എടാ നമ്മൾ കോംബി സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആവണമെന്നാണ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പം അപ്പോൾ തന്നെ നിങ്ങൾ എന്താ പറയുക, അപ്പോൾ തന്നെ നിങ്ങൾ എന്താ ഇൻട്രാക്ട് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ ഡൗട്ട് ചോദിക്കുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, നിങ്ങൾ അവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ള സാധനം എത്തുള്ളൂ. ഓക്കെ. വർക്ക് എനർജി പവർ ഇസ് ടഫസ്റ്റ് ചാപ്റ്റർ. ദെൻ അങ്ങനെയാണെങ്കിൽ നീ പഠിച്ചോടത്ത് എന്തൊരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ നീ മറ്റുള്ള പാഠങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പാഠം നീ വേണ്ടത്ര എന്താ പറയുക ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. വർക്ക് എനർജി പോലെ എന്താ ടഫ് എന്ന് പറയാൻ എന്താ ടഫ് എന്ന് പറയാനുള്ളത്? വർക്ക് ആകെ 5-6 തിയറിയേ ഉള്ളൂ. തിയറി പറയാൻ ഒന്നുമില്ല, അതിൽ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു ക്വസ്റ്റ്യനേ ഇല്ല. ഈ മൊത്തം ഈ കൈനമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ വർക്ക് എനർജി പവറും ഗ്രാവിറ്റേഷനാണ് നമുക്കൊരു ഹരമില്ലാത്ത പാടെന്ന് ഞാൻ പറയാം. ബാക്കി എല്ലാത്തിനും നല്ല അടിപൊളി ചിന്തിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എടാ ക്ലാസ് തുടങ്ങുന്നത് ലാസ്റ്റായിട്ട് ചെറിയൊരു ഫിലോസഫി. എടാ നമ്മളിപ്പം സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിൽ സക്സസ് എന്നുള്ള സാധനം വരണമെങ്കിൽ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഭാഗ്യം, എത്രത്തോളം ഭാഗ്യം നിങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ, എത്രത്തോളം പഠിച്ചോണ്ട് എന്ന വ്യക്തി നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ എഫേർട്ടുള്ള സാധനം എന്തായാലും വന്നിരിക്കണം, മനസ്സിലായോ? നിങ്ങൾ വെറുതെ കാലം കയറ്റി വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ നേരമാകുമ്പോൾ അയ്യോ ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലല്ലോ, എനിക്ക് ബുദ്ധിയില്ലല്ലോ എന്ന് വെച്ച് കരയുകയാണെങ്കിൽ കലാകാലം നിങ്ങൾ കരിഞ്ഞ് എന്താ പറയുക, നിങ്ങളാണ്ട് കുറച്ച് ഞാൻ മരിച്ചു പോകും. അതേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസ് ഈ ലോകത്തിനോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ അറിയുന്ന ഒരു 4-5 പേരുണ്ടാവും, ഓലും കൊണ്ട് മരിച്ചു പോകും. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചതിന് യാതൊരുവിധ ഒരു സാധനം ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറയട്ടെ, ഇതാണ് നിങ്ങളുടെ ലൈഫിൽ അൾട്ടിമേറ്റ് സാധനം, ഇതാണ് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഇതുണ്ടായാലേ എല്ലാവരും സക്സസ് ആവുന്നു അങ്ങനെയൊന്നുമില്ല. ഡോക്ടറത് എത്ര പേര് മില്യൺസ് ഓഫ് ആൾക്കാർ സക്സസ്ഫുൾ ആയിരുന്നുണ്ട്. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റീൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ഒരു എക്സാം MBBS എക്സാം, ഒരു എക്സ്റ്റേണൽ എക്സാം എഴുതണം, അത് ക്രാക്ക് ചെയ്യണം, ഒരു ഇൻറ്റൻസിറ്റിയിൽ ഒരു ഇൻറ്റൻഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഫുൾ സാധനങ്ങൾ കൊടുക്കണം. നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സാധനം കൊടുക്കണം. ഒരു പാതി സാധനം കൊടുത്ത് അപ്പുറത്തുനിന്ന് മൂങ്ങുന്നതിൽ യാതൊരു അർത്ഥമില്ല, മനസ്സിലായി? അങ്ങനെ കരയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ +2 വരെ നമ്മുടെ കംഫർട്ട് സോണിലാണ്, നമ്മളൊരു പാരൻസിൻ്റെ കംഫർട്ട് സോണിലാണ്. +2 കഴിഞ്ഞിട്ട് 1-2 കൊല്ലം നമ്മൾ പാരൻസിൻ്റെ കംഫർട്ട് സോണിലാണ്, അല്ലേ? എല്ലാവരും എന്താ ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പിന്നെ ആൾക്കാർ വല്ലാണ്ടൊന്നും ചോദിക്കില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1-2 കൊല്ലം നിങ്ങളെ ലൈഫ് എന്നുള്ള സാധനം, ഈ സാധനം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്, മനസ്സിലായി? ഇത് എങ്ങനെ മുന്നോട്ട് പോകണം, ഏത് ദിശയിൽ പോകണം തീരുമാനിക്കും നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നുമില്ല. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരിധി വരെ നിങ്ങളെ സഹായിച്ചു. 8ാം ക്ലാസ് കഴിഞ്ഞപ്പം ഇന്ത്യൻ എഡ്യൂക്കേഷൻ നിങ്ങൾ 9-ലെത്തി, പിന്നെ 10-ലെത്തി, പിന്നെ +1. അത് അപ്പോഴൊന്നും നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ആ ഫ്ലോന് പോവുകയാണ്. പക്ഷേ +2 കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ എല്ലാവരും എക്സാം റിപ്പീറ്റ് ചെയ്താൻ പോകുന്നു, അല്ലെങ്കിൽ നീറ്റ് എക്സാം, അങ്ങനെ നിങ്ങൾ ഈ ഓളത്ത് വന്നിരുന്നു, മനസ്സിലായോ? പക്ഷേ ഈ ഒരു ഓളത്തിനല്ല നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, മനസ്സിലായി? നിങ്ങൾ കാര്യം തീരുമാനിച്ച് അതിന് തല കുത്തി പണിയെടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. ആ മനസ്സിന് മാത്രം ഇമ്പോർട്ടൻസ്, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുവേണ്ടി എഫേർട്ട് തല കുത്തിന്ന് പണിയെടുക്കാനുള്ള മനസ്സുണ്ടോ, നിങ്ങൾ എന്താ ലൈഫിൽ സക്സസ്ഫുൾ ആകും. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് സക്സസ് എന്ന സാധനം വന്നു ചേരും, എന്തായാലും ചേരും. മറിച്ച് ഇതിനൊന്നും കൊടുക്കാതെ അയ്യോ എൻ്റെ ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി അവനക്ക് മാത്രമേ കിട്ടുള്ളൂ, അവനക്ക് പോലും കിട്ടില്ല, അപ്പോൾ എനിക്ക് കിട്ടില്ല, ഞാൻ ഇതിൽ ബുദ്ധിയില്ലാത്ത ആളെ പോയി, എൻ്റെ അച്ഛനും അമ്മനും അത്ര ബുദ്ധിയില്ല, അപ്പോൾ എനിക്കും അത്ര ബുദ്ധിയില്ല, എൻ്റെ കുടുംബത്തിൽ ആരും അത്ര പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്കും ഒരു മിനിമം ഒരു മാക്സിമം ലെവലുണ്ട് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മരിച്ചുകൊണ്ട് പോവുകയുള്ളൂ, പ്രത്യേകിച്ച് യാതൊരു കാര്യം സംഭവിക്കില്ല. പിന്നെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന, സ്ഥിരമായിട്ട് പറയുന്ന പോലെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന പെൺകുട്ടിയോടെ ഞാൻ സംസാരിക്കുന്നത്, നമ്മളൊരു ഇന്ത്യൻ ഒരു സൊസൈറ്റി സിസ്റ്റത്തിൽ ഭയങ്കര ഒരു എക്സ്ട്രീംലി സോറി ടു സേ നമ്മളൊരു പെത്തറ്റിക് സിറ്റുവേഷനായി പോയി. കുറച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം എന്താണ്, പെണ്ണുങ്ങൾ പഠിക്കണ്ടോ എന്ന് കുറച്ച് നോക്കും, അവർ പഠിക്കുന്നില്ല, പഠിക്കാൻ കുറച്ച് മോശമാണ്, കാരണം അപ്പോഴത്തേനും അവരെന്ത് ചെയ്യും, കെട്ടിച്ചയക്കും, അല്ലേ? ഈ നിങ്ങളെ പറയുന്ന പോലെ നമ്മളൊരു ഒരു പ്രോബബിലിറ്റി സാധനം നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് എന്തുവാടാ, ഇപ്പോൾ അല്ലേ? ഒരു മോർ ദാൻ 50%, മോർ ദാൻ 60% ആൾക്കാരുടെ ലൈഫ് എന്തുവാ, ഒരു അടുക്കളയിൽ ഒതുങ്ങി എന്നും ഫുഡ് ഉണ്ടാക്കി ഒരു മോണോട്ടോണസ് ലൈഫാണ്. അതൊന്നും ബാഡ് ലൈഫാണെന്നല്ല ഞാൻ പറയുന്നത്, കല്യാണം കഴിക്കുന്ന ബാഡെന്നോ കുട്ടികളുണ്ടാകുന്ന ബാഡോ ഒരിക്കലും ഞാനല്ല പറയുന്നത്. പക്ഷേ ഒരു മോണോട്ടോണസ് ലൈഫാവും, അല്ലേ? പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ സാധനം ഇല്ലെങ്കിൽ ഏതൊരു എക്സ്ട്രീമിലോട്ടും പോകും. പക്ഷേ എൻ്റെ ഏറ്റവും ഒരു ആവറേജ് സാധനം പറയുന്നത് ഒരു മോണോട്ടോണസ് ലൈഫായിരിക്കും. എന്നും രാവിലെ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, മക്കളെ പോറ്റുന്നു, ഉറങ്ങുന്നു, തിരിച്ചു അതിനൊക്കെ അടുത്തൊരു 40-50 കൊല്ലം, നിങ്ങളൊരു 90 വയസ്സ് നിങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ ഒരു 50-60 കൊല്ലം നിങ്ങളുടെ ലൈഫ് അതാണ്, മനസ്സിലായോ? അതൊന്നും ആവാതിരിക്കാൻ, അതൊന്നും ആവാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലത്തെ, നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു സാധനത്തോടെ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടേ പറ്റൂ.
അതിനാണ് നിങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ ഈ രാത്രി 10 മണിക്ക് എൻ്റെ തള്ളു കേട്ട് ഇരിക്കുന്ന ഒരു ഗതികേടൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടാണ് അത് മനസ്സിലാക്കുക. മനസ്സിലായോ? അതിന് ഫുൾ സാധനം ഇപ്പോൾ എക്സ് എന്നൊരു വ്യക്തി, ഇപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നന്ദന എന്നൊരു കുട്ടി ഉണ്ടെങ്കിൽ നന്ദന എന്നൊരു കുട്ടി ലോകം ഇടിഞ്ഞു വീണാലും ഭൂമി തല കുത്തി നിന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ പഠിത്തം ഞാൻ പോകുന്ന എൻ്റെ ഒരു പ്ലാനിങ് എന്തൊക്കെ ഞാൻ നേടിയെടുക്കും എന്നുള്ള കോൺഫിഡൻസോടെ ഇരിക്കുക. മനസ്സിലായോ? ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണടാ, എത്രയോ പ്ലസ് ടുവിലൊക്കെ ബിലോ ആവറേജ് മാർക്കുള്ള ആൾക്കാരൊക്കെ ഓരോ അടിപൊളി കോളേജിൽ കയറിയിട്ടുണ്ട്. മനസ്സിലായോ? എന്താ പറയുക, പ്ലസ് ടു തോറ്റ ആൾക്കാർ ജിപ്മറിലും ഇവിടെയൊക്കെ കയറുന്ന കാര്യങ്ങൾ നമുക്ക് കഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർക്കൊക്കെ പറ്റുമെങ്കിൽ അവർ തിന്ന ചോറ് നമ്മൾ തിന്ന ചോറ്. അവർ ഐൻസ്റ്റീൻ്റെ മക്കളല്ല, നമ്മളും ഐൻസ്റ്റീൻ്റെ മക്കളല്ല, അല്ലേ? എല്ലാവർക്കും സെയിം കാറ്റ് വെളിച്ചം എല്ലാം സെയിം പഠിക്കാനുള്ള സൗകര്യം. പിന്നെ എന്താണ് വേണ്ടത്? നമുക്ക് എന്തിൻ്റെ കുറവുള്ളത്? നമ്മളിങ്ങനെ ആലോചിക്കുക, അയ്യോ എനിക്ക് പഠിച്ചാൽ ബുദ്ധി തന്നില്ല, ദൈവം എനിക്ക് ബുദ്ധി തന്നില്ല, എനിക്ക് വേണ്ട പഠിക്കാനുള്ള മെറ്റീരിയൽ തന്നില്ല, എനിക്ക് അതുണ്ടായി ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, എനിക്ക് ഇത്ര ബുദ്ധി ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞങ്ങൾ മരിച്ചു പോകുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഇപ്പം നമ്മളൊക്കെ ഇപ്പം നമ്മളെ കോളേജിൽ, ഇപ്പം മെഡിക്കൽ കോളേജിൽ നമുക്ക് ഇംപ്രിൻസ് എന്ന് പറഞ്ഞൊരു ഒരു ചാരിറ്റി വിങ് ഉണ്ട്. ഓക്കെ, ഈ ഇംപ്രിൻസ് ആണ് ചാരിറ്റി വിങ് ചെയ്യുന്നത് നമ്മളെ കോളേജിൽ ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് വെച്ചാൽ ജന്മന ഡയബറ്റീസ് ഉള്ള കുട്ടികൾ. എന്ന് വെച്ചാൽ ജന്മന ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സീൻ ഡയബറ്റീസ് ആണ്. അവർക്ക് ചെറിയൊരു മധുരം കഴിച്ചാൽ തന്നെ അവരുടെ ഷുഗർ ലെവൽസ് വല്ലാണ്ട് മാറും. അവർ എന്താ പറയുക, തലയിറങ്ങി വീഴുക, എന്തും സംഭവിക്കുക. ഏതൊരു സമയത്തും ഗ്ലൂക്കോസ് ലെവൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ അത്രയും കൺട്രോളായി കഴിക്കണം. ഒരു മിഠായി പോലും കഴിക്കാൻ പറ്റില്ല. ദിവസം പരിശോധന, ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവുക. അങ്ങനെ നമുക്കൊന്നും എന്താ പറയുക, നമ്മളെല്ലാം അനുഭവിച്ച പല എന്താ പറയുക ബാല്യകാലത്തുള്ള പല കാര്യങ്ങളും ഈ കുട്ടികൾ അനുഭവിക്കുന്നില്ല. ഒരു മിഠായി പോലും കഴിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? പക്ഷേ അവരൊക്കെ ചിരിച്ച് കളിച്ചാണ് നമ്മുടെ മുമ്പിൽ. ഇപ്പം ഇംപ്രസ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു ഇടയ്ക്കൊക്കെ നമ്മളൊരു ഗ്യാതറിംഗ് ഉണ്ട്. ഈ കുട്ടികളൊക്കെ നമ്മളെ കോളേജിലോട്ട് വിളിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കുറച്ച് പാട്ടും മേളമൊക്കെ ആക്കി അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ നമ്മളവർ കാണുമ്പോൾ അവരെന്തോ ഒരു ഹാപ്പിയാണ് ലൈഫിൽ. മനസ്സിലായോ? നമുക്ക് എല്ലാ സാധനം ഉണ്ടായിട്ട് എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ ഇരുന്ന് മൂങ്ങണം. അയ്യോ എനിക്കതില്ല, ഇങ്ങനെയില്ല, ഞാൻ അങ്ങനെ പോയി കാലും കയറ്റി വെച്ച് നമ്മൾ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പോലും അഹോരാത്രം കഷ്ടപ്പെട്ട് നിങ്ങൾ പോറ്റി വളർത്തി ഇത്രയും വലിയ ഒരു ഷിറ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീനെ നിങ്ങൾ മാറിയിട്ടും നമ്മളെല്ലാവരും എന്തോ ആലോചിക്കുന്നത്, അല്ല എനിക്കിതില്ല എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഫേസ്ബുക്കും ചുരണ്ടിക്കൊണ്ടിരിക്കില്ല. എന്താ നീയൊക്കെ ചെയ്തിട്ടുള്ളത്? മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പാരൻസിനെ പ്രൗഡാക്കാൻ വേണ്ടി എന്താ നീയൊക്കെ ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച് ആലോചിക്കും എന്താ ചെയ്തിട്ടുള്ളത്. എപ്പോഴും എല്ലാ പാരൻസ് മീറ്റിങ്ങിനും പോകുമ്പോഴും എല്ലാത്തിനും പോകുമ്പോൾ നിങ്ങളുടെ മോൻ അങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരും ഒരു ജാള്യതയോടെ കൂടെയാണ് ഒട്ടുമിക്ക പാരൻസ്, എല്ലാ പാരൻസും അല്ല പറയുന്നത്, ഒട്ടുമിക്ക പാരൻസും ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നുള്ള. അവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ പോറ്റി വളർത്തി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയോ? അല്ലേ? നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മളതിനെ എന്താ പറയുക ജനറലൈസ് ചെയ്ത് അച്ഛനും അമ്മയില്ല പോലെ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ശരിക്കും അതിനെ കണ്ണടിച്ച് ഇരുട്ടാക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത് മൈൻഡൊക്കെ തരും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒരു ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കി. മനസ്സിലായി? അപ്പോൾ അവർക്കൊക്കെ ഒരു റിട്ടേൺ, അല്ലേ, എൻ്റെ മകൻ ഇതായി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലൊക്കെ കടിയുള്ള എത്രയോ പേരെ മുമ്പിൽ ഒന്ന് നെഞ്ച് നിവർത്തി നിൽക്കാൻ പറ്റുന്നൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റത്തെ ടേണിംഗ് പോയിൻ്റാണ്, ലാസ്റ്റത്തെ അല്ല. അത് മനസ്സിലാക്കുക. വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട ഇമ്പോർട്ടൻസ് തല കുത്തിന്ന് പണിയെടുക്കടാ. എന്താ എനിക്ക് കിട്ടുമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്ക്രീനിൻ്റെ ഇപ്പുറത്ത് എനിക്ക് കിട്ടുമെങ്കിൽ, ഈ പ്ലസ് ടുവിന് ബിലോ ആവറേജ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടുമെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് കിട്ടിക്കൂടാ? എന്താണ് നിന്നെ പിടിച്ച് വലിക്കുന്നത് എന്ന് ആലോചിക്കുക. എന്താ നിന്നെ പിടിച്ച് വലിക്കുന്നത്? എന്താണ്? ആ ഫോണാണോ? ഫോൺ തെറി ഒഴിവാക്ക്. ഒരു കൊല്ലം ഫോൺ ഉപയോഗിച്ചാൽ ഒരു സംഭവം സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഈ പറയുന്ന നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യും ഇഫ് ആ ഒരു സംഭവം ട്രൂ സാധനമാണെങ്കിൽ. മനസ്സിലായോ? അല്ലേ? അപ്പം ഞാൻ അങ്ങനത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്ന് പറയുമ്പം നിങ്ങൾ എന്താ പറയുക, കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ സാധനം നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ, സക്സസ് എന്ന സാധനം വരുള്ളൂ. അതിന് വേണ്ട ഇമ്പോർട്ടൻസ് ഒക്കെ ഇരുന്ന് പഠിക്കുക. നിങ്ങളെ ബുദ്ധി പറയും, എടാ മണ്ട നിനക്ക് അറിയില്ല, പറ്റൂല, നീ വിചാരിക്കുന്ന പോലെ അല്ലാതെ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നാലും ഇരിക്കുക. മനസ്സിലായി? ഞാൻ പറയുന്ന പോലെ ഞാൻ പണ്ടൊരു ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ് എന്ന ഒരു സബ്ജക്റ്റ് ഒരു എന്താ പറയുക, ഒരു കുറുമ്പ് പിടിച്ചിട്ട് വൃത്തികെട്ട ഒരു എന്താ പറയുക അത്രയും കുറുമ്പുള്ളൊരു കുട്ടിയെ പോലെയാണ്. നമ്മളതിനോട് മോനെ അടുത്തടുത്താന്ന് പറയുമ്പോൾ അത് നമ്മളെന്താ പറയുക ചവിട്ടി ഓടിപ്പോവാണ് ചെയ്യുക. മനസ്സിലായോ? പക്ഷെ നമ്മൾ കുറേ നേരം ഇനി ഇരുന്ന് നമ്മളെ ക്ഷമ കാണുമ്പോൾ ഈ കുട്ടി മെല്ലെ നമുക്ക് അടുത്ത് വരും. അടുത്ത് വന്നാൽ പിന്നെ ആ കുട്ടി പോകില്ല. അതാണ് ഈ ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഓവറായിട്ട് ഞാൻ എക്സ്ട്രീംലി സോറി. പക്ഷേ ഞാൻ എല്ലാം പറഞ്ഞതൊക്കെ മീൻ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഷിഫ്റ്റാണെങ്കിലും അതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, അത് നിങ്ങൾ മാത്രമാണ്. ഞാൻ സ്ഥിരം പറയുന്ന പോലെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അതിൻ്റെ സാറ എന്ന് പറയുന്ന പാർവതി അഭിനയിക്കുന്ന അവൾ പറയുന്ന ഒരു കോട്ടുണ്ട്, ദ ഓൺലി തിങ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ സക്സസ് ഈസ് യു.
അല്ലേ? നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന ആ വ്യക്തിയാണ് നിങ്ങളെ സക്സസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നൊരു സാധനം. അത് മനസ്സിലാക്കുക. ആ കാണുന്ന വ്യക്തി വിചാരിച്ചാൽ മാത്രമേ നിങ്ങളെ സക്സസ്സിലോട്ട് എത്തുള്ളൂ. പക്ഷെ ആ കാണുന്ന വ്യക്തി വിചാരിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങളവിടെ എത്തും. മനസ്സിലായോ? അപ്പം അത്രയും ഇൻറ്റൻഷനോടെ ഇരിക്കുക, അത്രയും കഷ്ടപ്പെടുക, സാധനം കിട്ടുക. ഓക്കെ ഓക്കെ ബസ്. എടാ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ തോന്നുകയാണ് ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പീഡിയാട്രിക്സ് വാർഡിൽ വരിക. ഓക്കെ, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പീഡിയാട്രിക്സ് വാർഡിലോട്ട് വരിക. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് TCC ടെർഷ്യറി ക്യാൻസർ സെൻ്റർ ഉണ്ട്, അവരെ വാർഡ് ഞാൻ കാണിച്ചു തരാം. ലൈഫിലൊക്കെ ഓരോ ദിവസം ഉറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ കുട്ടികളും ആൾക്കാരും മനുഷ്യന്മാരൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ 3 നേരം വെട്ടി വിഴുങ്ങി നല്ല റൂമിൽ മെത്തയിൽ അല്ലേ Z പോലെയൊക്കെ എടുക്കുന്നില്ലേ? എന്നിട്ടും നമ്മൾ കരയാണ് അപ്പുറത്ത് നിന്നിട്ട്, അയ്യോ എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? നമുക്ക് അർഹത, നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ ഈ 18 ലക്ഷത്തിൽ 1000 വരെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി ഡിസേർവ് ചെയ്യുന്നുണ്ടോ? അത് തീരുമാനിക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സാധനം, അപ്പോൾ ഞാൻ ഒരിക്കലും നെഗറ്റീവ് സാധനം പറയില്ലടാ, ഇത് എന്തായാലും കിട്ടും. നിങ്ങൾ ഈ പറയുന്ന എൻട്രൻസ് മാഫിയ എന്ന് തന്നെ ഞാൻ വിളിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മളെ പോലത്തെ സെൻറ്റർ വരുന്നത്. അല്ല, എല്ലാ സെൻറ്ററും എന്നല്ല പറയുന്നത്. ഈ എൻട്രൻസ് അല്ലെങ്കിൽ ഒരു ജനങ്ങൾ പരത്തുന്നൊരു സാധനമാണ് എന്ത് ഈ നീറ്റ് എന്ന എക്സാം. എന്തോ ഒരു കൊടൂരമായിട്ടുള്ള എക്സാമാണ്. അത് പാസ്സാവണമെങ്കിൽ X&Y എന്നുള്ള സ്ഥലത്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന, എന്താ പറയുക, അതൊക്കെ ഒരു എന്താ പറയുക, നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്കൊരു ബേസിക് ബുദ്ധി ഉണ്ടെങ്കിൽ, ബേസിക് ഇൻറ്റൻഷൻ മനസ്സിലുണ്ടെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കൊല്ലം മിനിമം പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും കിട്ടുന്നത്. ഏതൊരു പൊട്ടനും ഏതൊരു പൊട്ടനും കിട്ടാൻ പറ്റുന്ന എക്സാമിൻ്റെ പേരാണ് നീറ്റ് എക്സാമിനേഷൻ. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കുക. അത്ര ഇമ്പോർട്ടൻസ് ഇത് ഈ എക്സാമിനുള്ളൂ. അത്ര IQ ലെവൽ ഇതിന് മതി. ഇരിക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. വർക്ക് എനർജി പവർ. അപ്പോൾ വർക്ക് എനർജി പവർ പാഠത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേര് പറയുന്നവരെ 3 എൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നു. വർക്ക് എന്താ പഠിക്കുന്നു, എനർജി എന്താ പഠിക്കുന്നു, പവർ എന്താ പഠിക്കുന്നു. ഇതിൻ്റെ പുറത്ത് പുതിയൊരു കൺസെപ്റ്റ് ആയിട്ടുള്ള കൊലീഷൻ എന്ന സാധനം പഠിക്കുന്നു. ഇത്രയും പാഠമുള്ളൂ. ഓക്കെ 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 ഫൈൻ. അപ്പം നമ്മൾ ഫസ്റ്റ് വർക്ക്. ഓക്കെ, വർക്ക് എന്നുള്ള സാധനം പഠിക്കാൻ പോവുക. വർക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സിംപ്ലി ദ ഡോട്ട് പ്രൊഡക്റ്റ് F ആൻഡ് S അല്ലേ? Fഉം Sഉം തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ F.S or it's equal to Fs cos theta. ഓക്കെ, Fs cos theta. ഇപ്പോൾ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി F ഫോഴ്സ് ഇട്ട് വലിക്കുകയാണ്, അതുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇത് തീറ്റ ആണെങ്കിൽ what is work done? Work is simply Fs cos theta. എപ്പോഴാണ് നമ്മൾ Fs cos theta, ഈ Fs cos theta F dot S എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക? when a constant force is acting. ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വർക്കിൻ്റെ ഇക്വേഷനാണിത്. ഇഫ് ഇറ്റ്സ് എ വേരിയബിൾ ഫോഴ്സ്, ഓക്കെ, വേരിയബിൾ ഫോഴ്സ് എന്നുള്ള സാധനത്തിലോട്ടാണെങ്കിൽ ഫോഴ്സ് ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ജസ്റ്റ് ഇൻ്റഗ്രൽ അല്ലേ F.ds അല്ലേ? നമ്മൾ ചെറിയൊരു പോർഷൻ എടുക്കുന്നു, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് DS എടുക്കുന്നു, അവിടെ ഒരു F ഫോഴ്സാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, എന്നിട്ട് നമ്മൾ ഓരോ ഡിസിന് ആഡ് ചെയ്യുന്നു. അതാണ് F.ds എന്നുള്ള സംഭവം അല്ലേ? വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് നടക്കാമെന്ന് വിചാരിക്കുക. ഈ പറയുന്ന പോലെ Fs cos തീറ്റ ആണ് അല്ലേ? തീറ്റ മാറും തോറും Fൻ്റെ വാല്യൂ എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അല്ലേ? Fs ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവായി. ലൈക്ക് വൈസ് ഇൻ ഫ്രിക്ഷൻ ടേംസ് വിസ്കോസ് ഫോഴ്സ്, അങ്ങനത്തെ ഫോഴ്സ് വയ്ക്കുമ്പോൾ വർക്ക് ഡൺ നെഗറ്റീവായി അല്ലേ? അല്ലേടാ? പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാളും സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവായി അല്ലേ? 0 ഡിഗ്രി എപ്പോഴാണ്? 90 ഡിഗ്രി ആകുമ്പം അല്ലേ? ഒരു കൂലി അല്ലെങ്കിൽ ഒരു വെയിറ്റർ ഒക്കെ അയാളുടെ സാധനം തലയിൽ വെച്ചൊക്കെ പോകുമ്പം ആൾ നടക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് ആൾ ആ ബോഡിക്ക് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ട്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഡൺ 0 എന്ന് നമ്മൾ പറയും അല്ലെ? സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന അല്ലെ? സർക്കുലർ മോഷനിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്നില്ല, സർക്കുലർ മോഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉള്ളിലോട്ട് ഓരോ സ്ഥലത്തിലോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് 90 ഡിഗ്രി. വർക്ക് ഡൺ എത്രയായി? വർക്ക് ഡൺ 0 ആയി. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ വർക്ക് എന്ന് പറയുന്ന സാധനത്തിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വർക്ക്
എനർജി പറയുന്നത് നമ്മൾ ചെറിയൊരു സാധനത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് ജനറലി 2 ടൈപ്പ് ഓഫ് ഫോഴ്സാണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയ ഫോളോ ചെയ്താൽ അതൊരു കൺസർവേറ്റീവ് ഫോഴ്സായി, അല്ല ഏതെങ്കിലും ക്രൈറ്റീരിയ പൊട്ടിയാൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സായി. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാധനം എന്തുവാ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് ഫസ്റ്റ് സാധനം എന്താ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്, അല്ലേ? ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ദെൻ സച്ച് എ ഫോഴ്സ് ഇസ് കോൾഡ് ആസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാ? ദ വർക്ക് ഡൺ ഫോർ ദ റൗണ്ട് ട്രിപ്പ് ഇസ് 0, അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആയിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആയിരിക്കണം, അല്ലേ? സെക്കൻഡ് എന്താണ്? റൗണ്ട് ട്രിപ്പിന് ചെയ്യുന്നത് വർക്ക് ഡൺ, അല്ലേ? വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ആയിരിക്കണം, റൗണ്ട് ട്രിപ്പിന് ചെയ്ത വർക്ക് 0 ആയിരിക്കണം. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഇപ്പം കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ജനറൽ എക്സാമ്പിളാണ് ഓൾ നാച്ചുറൽ ഫോഴ്സസ് ലൈക്ക് എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, അങ്ങനത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അങ്ങനത്തെ എല്ലാ ഫോഴ്സുകളൊക്കെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കാര്യം തന്നെ നോക്കാം. അപ്പോൾ ഈ ബോഡിയെ ഞാൻ എടുത്തു, ഓക്കെ? ഈ ബോഡി ഈ പോയിന്റിൽ നിന്ന് ഒരു എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഞാൻ ഹൈറ്റ് റൈസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു ഹൈറ്റ് റൈസ് ചെയ്താൽ ദ വർക്ക് ഡൺ ബൈ മൈ ഹാൻഡ് ഇസ് mgh. ദ വർക്ക് ഡൺ ബൈ ദി എർത്ത് ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അടിയിലോട്ട് mg ആണ്, അല്ലേ? വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ mg എങ്ങോട്ടാടാ? mg അടിയിലോട്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ട് സംഭവിക്കുന്നത്? ഇനീഷ്യൽ പോയിൻ്റ് ഇത്, ഫൈനൽ പോയിൻ്റ് ഇത്, ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ട്. അപ്പോൾ mg അടിയിലോട്ട്, h മുകളിലോട്ട്. വർക്ക് ഡൺ ബൈ ദി ഗ്രൗണ്ട് എന്തായി? അല്ലെ വർക്ക് ഡൺ ബൈ ദി എർത്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്തായി? -mgh, അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് mg.h ഇൻറ്റു cos 180. cos 180 ഈസ് -1, സോ ദ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റി ഈസ് -mgh, അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട -mgh, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് അവസാനം ഇവിടെ എത്തി. അപ്പോഴും വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റി എന്ത് തന്നെയാടാ? -mgh, അല്ലേ? ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് അവസാനം ഇങ്ങനെ വെച്ച് എങ്ങനെ കൊണ്ടുവന്നാലും ഫൈനൽ പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുക? വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റി നോക്കുക, അല്ലേ? അപ്പം വർക്ക് ഡൺ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആണ്, അല്ലേ? ഫൈനൽ പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി വർക്ക് ഡൺ ബൈ ദി റൗണ്ട് ട്രിപ്പ് 0 ആയിരിക്കണം. റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയിരിക്കണം. ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഞാൻ ബി എന്നുള്ള പോയിന്റിലോട്ട് നേരത്തെ കൊണ്ടുപോയ പോലെ ഒരു ബോഡീനെ മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അടിയിലോട്ടാണ് mg ഫോഴ്സ് ആക്ട് ചെയ്തത്, മുകളിലോട്ടായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. പറഞ്ഞ പോലെ വർക്ക് ഡൺ എന്തായി? -mgh ആയി. ഞാൻ എന്ത് ചെയ്യുന്നു? ബി എന്നുള്ള പോയിന്റിൽ നിന്ന് അടിയിലോട്ട് കൊണ്ടുവരുന്നു, എയിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം mg എന്നുള്ള ഫോഴ്സ് അടിയിലോട്ട്, ഇനീഷ്യൽ പോയിന്റ് ചെയ്ത് ഫൈനൽ പോയിന്റ് ചെയ്ത് എച്ചിൻ്റെ ഡയറക്ഷൻ അടിയിലോട്ട്. സോ അത് വർക്ക് ഡൺ എന്താണ്? mg.h. ആംഗിൾ എന്തൊക്കെയാണ്? രണ്ടാണ് സെയിം ഡയറക്ഷനാണ്. അപ്പോൾ എത്രയാണ്? cos 0 എത്രയാണ്? 1. സോ ഇറ്റ് ഈസ് +mgh. സോ ആദ്യം വർക്ക് എന്തായിരുന്നു? -mgh. ഇപ്പം എന്തായി? +mgh. സോ ടോട്ടൽ വർക്ക് എന്താടാ? -mgh +mgh ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വർക്ക് ഡൺ ഫോർ ദി റൗണ്ട് ട്രിപ്പ് എന്തായി? 0 ആയി. ഓക്കെ, പക്ഷേ നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് നോക്കുമ്പോൾ അതിന് ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഒക്കെ. ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആണോ? അല്ല. ഇപ്പോൾ നോക്ക്, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, എൻ്റെ കൈയും ഇതും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവനെ ഇവിടുന്ന് ഇങ്ങനെ നീക്കി. അപ്പം അല്ലേ, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് സൗണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് എന്താ ഡെസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? സൗണ്ട് എനർജിയെ പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ നേരെ നീക്കുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ നീക്കിയാലോ, അല്ലേ? കുറേ എനർജി പോയി, കുറേ വർക്ക് പോയി. സോ ഇറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് അല്ല, ഡിപ്പെൻഡൻറ്റ് ഓൺ ദി പാത്താണ്, അല്ലേ? ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, അല്ലേ, ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ വ്യത്യാസമാവും, അല്ലേ? ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് നോക്കുമ്പം റൗണ്ട് ട്രിപ്പ് 0 ആവൂല, അല്ലേ? അല്ലടാ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കൺസെപ്റ്റ് എനർജി കൺസെപ്റ്റ്. ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് സിംപ്ലി ഇത് എബിലിറ്റി ടു ഡു വർക്ക്. ഒരു ബോഡിയുടെ കപ്പാസിറ്റി, വർക്ക് ചെയ്യാനുള്ള താക്കത്, ആ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക? എനർജി എന്ന് പറയാം. ഓക്കെ, ബേസിക്കലി നമുക്ക് ഇഷ്ടംപോലെ എനർജി അപ്പോൾ പക്ഷേ നമ്മളെ പോയിൻ്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്, അല്ലേ? മെക്കാനിക്കൽ എനർജിയാണ് നമ്മളെ പോയിൻ്റ് ഓഫ് കൺസേൺ. ഇഷ്ടംപോലെ മാഗ്നറ്റിക് എനർജി, ഇലക്ട്രിക്കൽ, ഇഷ്ടംപോലെ എനർജീസ് ഉണ്ട്. പക്ഷേ നമ്മളെ ഈ പാടല്ല മെക്കാനിക്സ് ഡിസ്കസ് ചെയ്താൽ നമ്മളെ പോയിൻ്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി 2 ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്: പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, അല്ലേ? മോഷൻ കാരണം ആ ബോഡിക്ക് ഉണ്ടാവുന്ന
ആ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് സിംപ്ലി ഹാഫ് mv². ഓക്കെ, വളരെ സിമ്പിളായിട്ട് ടേം, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്ന ടേം കുറച്ചൊരു എന്താ പറയുക ട്രിക്കി സാധനമാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ, മോഷൻ അല്ല സോറി, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഇൻ എ കൺസർവേറ്റീവ് ഫീൽഡ്. അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് സാധനം, കൺസർവേറ്റീവ് ഫീൽഡ്. ഒരു കൺസർവേറ്റീവ് ഫീൽഡിൽ ഒരു ബോഡി അതിൻ്റെ കോൺഫിഗറേഷൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ കാരണം അത് അറ്റൈൻ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. ഞാൻ രണ്ടാമത്തെ പോയിന്റ് ഇസ് വെരി വെരി റെലവൻറ്റ്. ഇറ്റ്സ് എ റിലേറ്റീവ് ടേം. ഇത് പലവരും മനസ്സിലാക്കാതെ വിട്ടുപോകുന്നൊരു കാര്യമാണ്. മനസ്സിലായോ? മനസ്സിലാക്കാതെ വിട്ടുപോകുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഇപ്പം നിൽക്കുന്നത് ഈ ഡോപ്പ എന്ന് പറഞ്ഞ സെൻറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസിലാണ്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് ബേസിലാണ്. അവിടെ ഞാൻ ഒരു ബോഡിയെ ഈ ഗ്രൗണ്ടിൽ നിന്ന്, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു 5 മീറ്റർ ഹൈറ്റിലോട്ട് പൊന്തിച്ചാൽ ഞാൻ പറയും, അല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഫോർമുല mgh ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 5 mg. ദിസ് ഈസ് ദ എനർജി പ്രോസസ് ബൈ ദി ബോഡി എന്ന് പറയും. ഓക്കെ, ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ്. ഓക്കെ, ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ 5ാം നിലയിൽ കയറി. 5ാം നില കയറിയിട്ട് ഞാൻ ആ ബോഡിയെ ഒരു 5 മീറ്റർ പൊന്തിക്കുകയാണ്. അപ്പോഴും ഞാൻ പറയും ദ എനർജി പ്രോസസ് ബൈ ദി ബോഡി ഈസ് 5 mg. പക്ഷേ ശരിക്കും ആ എനർജി പ്രോസസ്സ് ചെയ്യുന്നത് 5 mg ആണോ അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് റിലേറ്റീവ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ 5 mg, ഞാൻ പറയുന്നത് അണ്ടർഗ്രൗണ്ട് ഫോം, ഞാൻ പറയണം ദ ബോഡി പോസസ് 5 mg എനർജി വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, വിത്ത് റെസ്പെക്ട് ടു ദിസ് ഗ്രൗണ്ട് അല്ലേ? എപ്പോഴും റിലേറ്റീവ് സാധനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സാധനം മനസ്സിലായോ? എപ്പോഴും റിലേറ്റീവ് സാധനമാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്. നമ്മൾ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു എ പൊസിഷനായിരിക്കും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ആ സാധനം എപ്പോഴും മനസ്സിൽ വെക്കണം. ഇനി ഇതിൽ മൂന്നാമത്തെ സാധനമാണ് ദ വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. W is equal to minus the change in this sadhanam, work done by the conservative force, and this is minus the change in sadhanam. Our equation F is equal to minus du by dx. Very very important equations. Okay, work done by the conservative force മാത്രമാണ് the minus delta u. ഇനി കൈനറ്റിക് എനർജിയിലോട്ട് വരികയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ്, കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് എല്ലാം കൂട്ടിയാൽ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ആക്ച്വലി ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ സാധനം എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാ ഫോഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആകെ ചേഞ്ചിന് എന്ത് നോക്കിയാൽ മതി, കൈനറ്റിക് എനർജി. പക്ഷേ കൺസർവേറ്റീവ് ഫോഴ്സിനെ മാത്രം റെസ്പെക്റ്റ് ആയി നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിസിലാണ് എന്ത് വരുന്നത്, നമ്മുടെ നാലാമത്തെ ഇതായിട്ടുള്ള ടോട്ടൽ എനർജി കൺസർവേഷൻ. ടോട്ടൽ എനർജി കൺസർവേഷൻ. ഓക്കെ, ടോട്ടൽ എനർജി കൺസർവേഷൻ പറയുന്നത് പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രത്യേകിച്ചൊന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, പുറത്തുനിന്നൊരു പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാര്യങ്ങളൊന്നും ആക്ട് ചെയ്യുന്നെങ്കിൽ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് ആക്ച്വലി കൺസർവ്ഡ്. ഓക്കെ, അത് ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. നോക്കുക, നമ്മൾ ടോട്ടൽ എനർജി നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സസ് ഓർ ദി ഇൻറ്റേർണൽ ഫോഴ്സസ്. Conservative is equal to minus delta u. Since this is the only thing that is doing the work, then the delta ke, that is equal to minus delta u. So delta ke plus delta u is equal to 0. That is, these two are interchangeable. Alengil ke2, the final kinetic energy minus the initial kinetic energy plus the final potential energy minus the initial potential energy is equal to 0. Alengil ke2 plus u2 is equal to ke1 plus u1. നിങ്ങൾക്ക് സാധനം മനസ്സിലായില്ലേ? ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആകെ ഉണ്ടാകുന്ന കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഈസ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ യു അല്ലേ? എന്തൊക്കെ ഫോഴ്സ് ഉണ്ട് അവൻ ചെയ്യുന്ന വർക്കൊക്കെ ആരാണ് ശരിക്കും ഡെൽറ്റ കെ ഇ ആണ് മാറുക. ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണ് ഡെൽറ്റ കെ ഇ. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ എന്ന ചേഞ്ച് ഇൻ എനിത്തിങ് ഇസ് ഓൾവേസ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. അതൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ദ ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? കൺസെപ്റ്റ് വെറുതെ അറിഞ്ഞിരിക്കുക.
ഓക്കെ 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 അല്ലേടാ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എന്ത് നമ്മളെ. ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ എനർജിയും പറയണം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സിൻ്റെ അല്ല, സ്പ്രിംഗ് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് അതെന്തുവാ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എന്താ? U is equal to half kx square. Okay, where k is the spring constant, x is the compression or what, or the elongation. Okay, okay. എടാ നോക്ക്, അതിൻ്റെ ശരിക്കും എക്സ്പ്രഷൻ നോക്കാം. വർക്ക് ഡൺ, ഇപ്പോൾ ഒരാൾ ചോദിച്ചു സാർ എങ്ങനെ വർക്ക് ഡൺ ബൈ കൺസേൺ എങ്ങനെ കെ ആയത് നോക്കിക്കോ. വർക്ക് ഡൺ by all the forces is equal to delta Ke. Okay, work done by all the forces is delta Ke. That is equal to work done by the conservative force plus work done by non-conservative force is equal to delta Ke. Okay, ഇതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. ഓക്കെ, ഈ ടോട്ടൽ എനർജി കൺസർവേഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് there is no external force, there is only internal force മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻറ്റേർണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇൻറ്റേർണൽ ഫോഴ്സ് എപ്പോഴും കൺസർവേറ്റീവ്. നമ്മളെ നോക്കുന്ന ഏതൊരു ഇൻറ്റേർണൽ ഫോഴ്സ് ആണെങ്കിലും, ഒരു സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ചെയ്യുന്ന വർക്ക് ആയിക്കോട്ടെ, ഏതൊരു ഇൻറ്റേർണൽ ഫോഴ്സ് എപ്പോഴും കൺസർവേറ്റീവ് മാത്രമേ. അപ്പം എന്തില്ല ഈ മച്ചാനില്ല. നമ്മൾ ഇതേ ഇക്വേഷൻ ഇങ്ങോട്ട് ചെയ്താണ്. ഇനി എന്ത് മാത്രമേ ഉള്ളൂ? വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവൻ ചെയ്യുന്ന വർക്ക് 0 ആയി. വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്, കാരണം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇല്ല, അപ്പോൾ അവൻ ചെയ്യുന്ന വർക്ക് 0. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഇക്വൽ ടു ഡെൽറ്റ കെ എന്നായി. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? മൈനസ് ഡെൽറ്റ യു എന്നാണ്. മൈനസ് ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു മൈനസ് ഡെൽറ്റ കെ. വീണ്ടും തിരിച്ച് മറ്റോടത്തായില്ലേ, പ്ലസ് ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു 0. ഓക്കെ അല്ലേടാ? ആഷിക ഓക്കെ ആയില്ലേ? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന സാധനമാണ് പവർ. ഓക്കെ, പവർ ഇസ് സിംപ്ലി ദ വർക്ക് ഡൺ ബൈ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം, റേറ്റ് ഓഫ് ദി വർക്ക് ഡൺ അല്ലേ? അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് പറയുന്ന എഫ് ഡോട്ട് വി എങ്കിൽ എഫ് വി കോസ് തീറ്റ എന്നൊക്കെ പറയുന്ന ഇക്വേഷൻസ് ഇതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് വർക്കിൻ്റെ സാധനം. വർക്കിൻ്റെ SI യൂണിറ്റ് എന്തുവാടാ? വാട്ടാണ് അല്ലേ? വേറൊരു പവർ എന്തുവാ? വേറെ യൂണിറ്റ് എന്താ? ഹോസ് പവർ എന്തുവാ? 746 വാട്ട് അല്ലേ? 746 വാട്ട് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് 1 ഹോസ് പവർ അല്ലേ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പവർ. ഇനി നമുക്ക് കൊലീഷൻ ഉള്ള സാധനങ്ങളും പറയാം. ഓക്കെ എടാ, സോറി, ടോട്ടൽ എനർജി ഞാൻ ഉദ്ദേശിച്ച് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആട്ടോ. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ് പറഞ്ഞത് കേട്ടോ. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ് പറഞ്ഞത്. സാർ നിങ്ങളുടെ ബുദ്ധി എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ് 150 കിട്ടുമായിരുന്നു. എടാ, നിങ്ങൾ മനസ്സിലാക്കാതെ എന്താ പറയുക, ഞാൻ ക്ലാസ്സിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സാറിൻ്റെ ബുദ്ധി വിമാനം തന്നെ, സാർ എന്തോ അല്ലേ, എന്ത് ബുദ്ധിയോ അല്ലേ. എടാ, നിങ്ങളെ സമയത്ത് നിങ്ങൾ അല്ലേ ഒരു 5-6 കൊല്ലം മുമ്പ് ഞാനും ഒന്നും അറിയാത്ത ആളായിരുന്നു. മനസ്സിലായോ? ഞാൻ ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് തയമ്പിച്ചതുകൊണ്ടാണ് ഷടപടയെന്ന് പറഞ്ഞ സാധനങ്ങൾ കത്തുന്നതും സാധനങ്ങൾ ഞാൻ ചെയ്യുന്നതും. എൻ്റെ ബുദ്ധി വിമാനം. എനിക്ക് നിങ്ങളെക്കാട്ടിയും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളെക്കാട്ടിയും കൂടുതൽ തവണ ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതുകൊണ്ടാണ്. ചിലപ്പോൾ ആ പറയുന്ന ക്വസ്റ്റ്യൻ ഇന്നലെ കണ്ടിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് ഞാൻ ചില ക്വസ്റ്റ്യനൊക്കെ ക്ലാസ്സിലൊക്കെ ഡൗട്ട് ക്ലിയർ ആയി കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ കുട്ടികൾ എന്ന് പറയും. പക്ഷെ അത് എൻ്റെ ബുദ്ധിയല്ല അവിടെ. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തലേന്ന് വേറെ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ഒരു പരിചയമാണ് ഞാൻ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് എൻ്റെ ബുദ്ധി ഭയങ്കര ഐക്യോട്ട് ഞാൻ ബുദ്ധിപരമായിട്ട് ആലോചിക്കുക അങ്ങനെയൊന്നുമല്ല. മനസ്സിലായോ? എല്ലാവർക്കും ഈ സാധനം പറ്റും, എല്ലാവർക്കും പറ്റും. ഞാൻ ഒരു സൂപ്പർ ഹ്യൂമൻ സാധനം ചെയ്യുന്നില്ല, ഒരു സൂപ്പർ ഹ്യൂമൻ സാധനം ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലാക്കാം. ഇറ്റ്സ് ജസ്റ്റ് എക്സ്പീരിയൻസ്, നത്തിങ് എൽസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക നിങ്ങൾ എൻ്റെ അടുത്തൊരു ഡൗട്ട് ആയിട്ട് വരുമ്പം എനിക്ക് എന്തായാലും കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. എനിക്ക് എൻ്റെ പരിമിതി എനിക്ക് നല്ലോണം അറിയാം. എനിക്കിപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഡൗട്ടും ക്ലിയർ ആകുമ്പോൾ ഞാൻ എൻ്റെ ചില ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഡൗട്ട് വയ്ക്കുമ്പോൾ ഞാൻ പച്ചക്കുറയും എനിക്കറിയില്ല, എനിക്ക് കത്തുന്നില്ല, ചിലപ്പോൾ കുറച്ച് ഞാൻ കത്തുമായിരിക്കും, എനിക്കറിയില്ല, ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എത്രയോ ഡൗട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കതിൽ പറഞ്ഞ് യാതൊരു മടിയില്ല. മനസ്സിലായോ? നമുക്ക് മനസ്സിലായോ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള സാധനമാണ്. ഓക്കെ,
ചിലപ്പം എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഇപ്പം എന്നെ ഫിസിക്സ് പഠിച്ച സാറിന് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം സാറിൻ്റെ അടുത്ത് പോയി ഇതേപോലെ ഒരു കുട്ടി ഡൗട്ട് വെച്ചിട്ടുണ്ടാവും, സാർ ഇത് എന്നെപ്പോലെ വർക്കൗട്ട് പണ്ട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് സാറിന് വേറൊരു കുട്ടി ചോദിക്കും പറയാൻ പറ്റും. മനസ്സിലായോ? ഒരു എക്സ്പീരിയൻസ് ഉള്ള സാധനം മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത് 6ാമത്തെ ഈ പാഠത്തിൽ ഒരു അഡീഷണൽ സാധനമായിട്ടുള്ള കൊലീഷൻ. എന്തുവാ കൊലീഷൻ അല്ലേ? നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളൊരു സാധനമാണ് ഫിസിക്സ്. കൊലീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിമുട്ടുക അല്ലേ? പക്ഷേ ഫിസിക്സ് പരമായിട്ട് കൊലീഷൻ എന്ത് വേണമെന്നില്ലടാ, ഈ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വരണമെന്നില്ല. ഓക്കെ, ഒരു ബോഡി ഇങ്ങനെ വരുന്നു, മറ്റൊരു ബോഡി ഇങ്ങനെ വരും. ഒരു ബോഡി കാരണം ഒരു ബോഡിയുടെ മോഷൻ മാറുന്നുണ്ടെങ്കിൽ അത് കൊലീഷനായി. മനസ്സിലായോ? ഇവങ്ങനെ വന്ന് ഇവനെ കണ്ട പാടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കൊലീഷനായി അല്ലേ? നമ്മൾ 2 മാഗ്നറ്റിനെ ആലോചിച്ച് വെക്കുക. 2 മാഗ്നറ്റിക് ലൈക്ക് മാഗ്നറ്റ് ഏതൊരു അടുത്ത് നിന്ന് ഇങ്ങനെ വരികയാണ്. ഓക്കെ, അവർ മാഗ്നറ്റ് റിപ്പൾഷൻ കാരണം അവർ അകന്നു പോകും. അവിടെ കൊലീഷൻ നടന്നു. മനസ്സിലായി? ഫിസിക്കൽ കോണ്ടാക്ട് നടക്കണമെന്നില്ല. മനസ്സിലായോ? സോ ഇഫ് എ ബോഡീസ് മോഷൻ ചേഞ്ചസ് ഡ്യൂ ടു അനദർ ബോഡി, ദെൻ വാട്ട് ഹാപ്പൻസ്? കൊലീഷൻ ഈസ് സെഡ് ടു ഹാപ്പൻ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ കൊലീഷൻ നോക്കുകയാണെങ്കിൽ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊലീഷൻ ഉണ്ടടാ? എന്ത് കൊലീഷൻ ഉണ്ട്? ഇലാസ്റ്റിക് കൊലീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊലീഷൻ ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കൊലീഷൻ എന്നുള്ള വാക്ക് കേട്ടോ, എന്തായാലും എന്ത് കൺസേർവ്ഡ് ആയിടാ? മൊമെൻറ്റം കൺസേർവ്ഡ് ആയി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ടൈപ്പ് ഓഫ് സാധനമായാലും മൊമെൻറ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. കാരണം കൊലീഷൻ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് അല്ലെ? ഉള്ളിലത്തെ ഇൻറ്റേർണൽ ഫോഴ്സസ് ഒക്കെയാണ് ചേഞ്ച് ആകുന്നത്. എക്സൻ ആരും വന്ന് അതിന് പിടിക്കുക തള്ളുക പിടിച്ച് മാറ്റുക ഒന്നും ചെയ്യുന്നില്ല. സോ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ഇലാസ്റ്റിക് കൊലീഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ സാധനമായിട്ടില്ല, കൈനറ്റിക് എനർജി കൂടി കൺസേർവ്ഡ് ആവുന്നു. ഇൻഇലാസ്റ്റിക് കൊലീഷൻ വന്ന് സംഭവിക്കുന്നു, ഈ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, മറിച്ച് കൈനറ്റിക് എനർജി വേറെ പല സൗണ്ട് എനർജിയായി ഹീറ്റ് എനർജിയൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നു. സോ the kinetic energy is not conserved. Okay, is not conserved. Kinetic energy is conserved. ഇപ്പോൾ കീർത്തി വി പി വെച്ചു നല്ല ആളാ പഠിപ്പിക്കാൻ വന്നേന്ന്. എടാ ഞാൻ പറട്ടെ, എനിക്ക് എന്തൊക്കെയൊക്കെയോ അറിയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതും കുട്ടികൾ ക്ലാസ് കേൾക്കുന്നതും സെൻറ്റേഴ്സിനെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എന്നാ സാധനം എന്താ ഔട്ട്ഡേറ്റഡ് ആവുന്നോ, എന്ന് എന്നെക്കൊണ്ട് പറ്റുന്നില്ല തോന്നുമ്പോൾ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് താനേ ഔട്ടാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പ്ലീസ് ട്രസ്റ്റ് മീ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, നിങ്ങൾക്കറിയാത്ത 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ആ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. ഇൻഇലാസ്റ്റിക് എനർജി ആകുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ഓക്കെ, വേറെ പല സാധനങ്ങളായിട്ട് പോകും, സൗണ്ട് എനർജി ആയിട്ട് പോകും, ഹീറ്റ് എനർജി ആയിട്ട് പല ഫോംസ് ആയിട്ട് നശിച്ചു പോകും. അപ്പം ഇലാസ്റ്റിക് കൈനറ്റിക് എനർജി മൊമെൻറ്റം രണ്ടിലും എന്തായാലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഓക്കെ, ആ സാധനം നമുക്കറിയാം. ഇലാസ്റ്റിക് എനർജി ആകുമ്പോൾ നമ്മൾ അല്ലേ 2 ഇക്വേഷൻ, ഏതൊക്കെ 2 ഇക്വേഷൻ ഉണ്ടാവുക? m1v1 പ്ലസ് m2v2 ഈക്വൽ ടു m1u1 പ്ലസ് m2u2. ആ ഒരു ഇക്വേഷനും ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് ലൈക്ക് 2 ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന സാധനമാണ് ദ വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് ബോഡി ആഫ്റ്റർ ദി കൊലീഷൻ ഈസ് ഈക്വൽ ടു എന്താടാ m1 മൈനസ് m2 ഇൻറ്റു u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് 2m2u2 divided by m1 plus m2. v2 is equal to m2 minus m1 divided by u2 divided by m1 plus m2 plus 2m1 u1 divided by m1 plus m2. നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, അല്ല ഇക്വേഷനൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട വേറെ സാധനമാണ് കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്തുവാടാ? ഇറ്റ് ഈസ് ആക്ച്വലി ദ വെലോസിറ്റി v2 minus v1 divided by u1 minus u2. Okay, it's actually velocity of separation divided by the velocity of approach. v2 minus v1 divided by u1 minus u2. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊലീഷൻ ആണെങ്കിൽ അല്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊലീഷൻ ആണെങ്കിൽ E is equal to 1. ഓക്കെ, ഒരു ഇൻഇലാസ്റ്റിക് കൊലീഷൻ ഇറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 0 to 1. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊലീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊലീഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ കൊലീഷൻ എന്ന് സംഭവിക്കുന്ന 2 ബോഡിയും ഒരുമിച്ച് മൂവ് ചെയ്താൽ ആ കൊലീഷൻ നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊലീഷൻ. ഇൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊലീഷൻ ദ കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് 0. ഓക്കെ, ഈ കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നീറ്റ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു +2 കുട്ടീന് ഇത്ര നോളജ് മതി. നീറ്റ് കുട്ടിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യം, ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്തു അല്ലേ, ശരിക്കും എന്താ സംഭവിക്കുക? ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്താൽ ആ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യും ബൗൺസ് ചെയ്യും, ഹിറ്റ് ചെയ്യും ബൗൺസ് ചെയ്യും അല്ലേ.
ഹിറ്റ് ചെയ്യും ബൗൺസ് ചെയ്യും, ഹിറ്റ് ചെയ്യും ബൗൺസ് ചെയ്യും, ഹിറ്റ് ചെയ്യും ബൗൺസ് ചെയ്യും, അല്ലേ? എന്ന് പറഞ്ഞ് നിൽക്കും, അല്ലേ? അപ്പം ദ height attained by the body after nth number of collision is equal to e raised to 2 raised to n into h, where h is the initial height. മനസ്സിലായോ? മനസ്സിലായില്ല സാറേ, മനസ്സിലായില്ല. ലെറ്റ്സ് സേ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബോഡി ലെറ്റ്സ് സേ ഒരു 40 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, ലെറ്റ്സ് സേ ദ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് സം 0.5. ഓക്കെ, ദ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0.5. What is the height attained by the body after second collision with the ground? എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നു, ഇടിച്ചു, ഒരു കൊലീഷനായി, പിന്നെ പൊന്തി, ഓക്കെ, പിന്നെ ഇടിച്ച്, പിന്നെ പൊന്തുന്ന ഹൈറ്റ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പിന്നെ പൊന്തുന്ന ഹൈറ്റ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ വാട്ട് ഈസ് ദ കൊലീഷൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി ബോഡി ആഫ്റ്റർ ദി സെക്കൻഡ് കൊലീഷൻ? അപ്പോൾ നമ്മൾ n എന്നുള്ള സ്ഥലത്തൊക്കെ 2 എന്ന് പറഞ്ഞു കൊടുക്കും. സോ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി ബോഡി ആഫ്റ്റർ സെക്കൻഡ് കൊലീഷൻ ഈസ് ഈക്വൽ ടു E എന്ന് പറഞ്ഞ സ്ഥാനത്ത് 0.5 എന്ന് വെച്ചാൽ 1/2, 2 raised to n ൻ്റെ പകരം എന്ത് കൊടുക്കണം? 2 ഇൻറ്റു ഇനീഷ്യൽ ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. സോ ഇറ്റ് ഈസ് 1/2 raised to 4 into 40. So it is basically 40/16. It is simply 10, 4, 2.5 is the answer. 2.5 meters. Okay, ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. അതേപോലെ ദ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? Tn is equal to e raised to n into initial time t. മാത് താഴത്തോടെ തന്നെ t ടൈം എടുക്കുമെങ്കിൽ n നമ്പർ ഓഫ് കൊലിഷൻ കഴിഞ്ഞിട്ട് എന്തായിരിക്കും? e raised to n to t ആയിരിക്കും. അതേപോലെ വെലോസിറ്റി അറ്റൈൻഡ് ആഫ്റ്റർ nth കൊലിഷൻ is equal to e raised to n into v ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ആരായി? ടോപ്പ് കുട്ടിയായി. ഓക്കെ, ടോപ്പ് സാധനമായി. ഇനി ചെറിയ കാര്യം, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ല കേട്ടോ. ഇതൊക്കെ ചോദിക്കുന്ന 45 ക്വസ്റ്റ്യനിൽ 1-2 ക്വസ്റ്റ്യനുകൾ മാത്രമാണ്. ഓക്കെ, മാക്സിമം ഞാൻ പറഞ്ഞ ടോപ്പ് നോച്ച് 5 ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇങ്ങനെ ഇടിച്ച് ഓരോ ഇടിയും കഴിഞ്ഞ് എത്ര ഇടി കഴിഞ്ഞിട്ടാണ് നിൽക്കുക, മൊത്തം എത്ര സമയം എടുക്കും, ഓരോ കുറിച്ച് മൊത്തം എത്ര സമയം എടുക്കും എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ ദ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു വാട്ട്? 1 + e ഡിവൈഡ് ബൈ 1 - e ഇൻറ്റു ടി. ഈ ടി ശരിക്കും ടി എന്ന് പറഞ്ഞാൽ എന്തോടാ? √2h/g ആണ്, അല്ലേ? അല്ലടാ, ഇനീഷ്യൽ ടി എന്ന് പറഞ്ഞാൽ ഒരു h ഹൈറ്റ് ഇടുകയാണെങ്കിൽ √2h/g എന്നാണ്. ഓക്കെ, ദിസ് ഇസ് ദ ടോട്ടൽ ടൈം ടേക്കൺ. ഞാൻ വാട്ട് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ബോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലി വാട്ട്? ഇറ്റ് സിംപ്ലി ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് ഈസ് ഇക്വൽ ടു 1 + e² ഡിവൈഡ് ബൈ 1 - e² ഇൻറ്റു ദ ഇനീഷ്യൽ ഹൈറ്റ്. ദിസ് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്ര സാധനം മാത്രമേ ഉള്ളൂ. സാർ എന്നിൽ എത്ര തവണ ഇടിക്കുന്നു എന്നല്ല കൊടുക്കണമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ദ ഹൈറ്റ്? നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അങ്ങനെ. വാട്ട് ഈസ് ദ ഹൈറ്റ് അറ്റൈൻ ആഫ്റ്റർ ദി സെക്കൻഡ് കൊലീഷൻ? ഒരു വട്ടം ഇടിച്ചു, പൊന്തി, അടുത്ത വെച്ചാൽ ഇടിച്ചതിന് ശേഷം എത്ര ഉയരത്തിലേക്ക് അത് പൊന്തും എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ 2 കൊലീഷൻ നടന്നെങ്കിൽ 2 എന്നാണ് എന്നിൻ്റെ പകരം കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്ര ഇക്വേഷൻ ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. മനസ്സിലായോ? ഇത്ര സാധനം പഠിക്കാനുള്ളൂ. ഇതിൽ വർക്ക് എനർജി പവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിങ്കിങ് പാർട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഫോഴ്സ് കണ്ടുപിടിക്കാനാവും. മനസ്സിലായോ? ഈ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന തിങ്കിങ് പാർട്ട് ശരിക്കും ഏത് പാഠത്തിലാണ്? ലോസ് ഓഫ് മോഷൻ പാഠത്തിലാണ്. മനസ്സിലായോ? വേറെ ഒരു തിങ്കിങ് പാർട്ട് വർക്ക് എനർജി പവറിലില്ല. ഈ ഫോഴ്സ് കിട്ടുക .s. മനസ്സിലായോ? കൊലീഷനുള്ള സാധനമൊക്കെ ഡയറക്റ്റ് സാധനം. മനസ്സിലായോ? ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. വേറെ തിങ്കിങ് പാർട്ട് ഈ വർക്ക് എനർജി പവറിൽ വല്ലാണ്ട് ഇല്ല. മനസ്സിലായോ? നമ്മൾ ഇന്നലെ ആഴ്ച കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലോസ് ഓഫ് മോഷൻ്റെ പാഠത്തിൻ്റെ ഇതായിട്ടാണ് ഇതിൽ വരിക. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ ക്വസ്റ്റ്യൻ ചെയ്തേടാ, എല്ലാവരും ചെയ്തേ, എല്ലാം ചെയ്തേ. ഒരു 10 സെക്കൻഡ് സമയം തരാം. എല്ലാം ചെയ്ത് നമുക്ക് 12 മണിക്ക് തീർത്ത് പോകണം. ഓക്കെ, എല്ലാവരും ചെയ്തേ. ചെയ്. എ മാൻ ഡ്രാഗ്സ് എ ബ്ലോക്ക് ത്രൂ 10 meter on a rough surface where mu is equal to 0.5. Very important, mu is equal to 0.5. The force of delta √3 kN acting at 30 degrees to the horizon. The work done by the applied forces. ചെയ്തേ. Work done by the applied forces. അവിടെ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 8 ചെയ്. ആടാ സൂം ഔട്ട് ചെയ്യാം.
ഓക്കെ 10 സെക്കൻഡ് സമയം തരാം ചെയ്തേ. ചെയ് എന്താ ക്വസ്റ്റ്യൻ? എന്താടാ ക്വസ്റ്റ്യൻ? എന്തുവാ? നമുക്കൊരു ബ്ലോക്ക് ഓക്കെ, ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതിൽ വെരി ഇമ്പോർട്ടൻറ്റ് സാധനം μ.5 ആണ്, മറക്കരുത് നമ്മൾ. ഓക്കെ, ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ ഒരു എന്താ പറയുക ഡെൽറ്റ ഞാൻ പറഞ്ഞത് √3 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ആൻ ആംഗിൾ 30 ഡിഗ്രി. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട് μ = 0.5. അങ്ങനെയാണെങ്കിൽ ഈ മച്ചാൻ ചെയ്യുന്ന വർക്ക് എത്ര എന്നാണ് ചോദ്യം. സോ ഒരു വർക്ക് എനർജി പവർ പഠിച്ച കുട്ടിക്ക് അറിയാം, വർക്ക് ഈസ് ഇക്വൽ ടു F.S or Fs cos theta. So substituting F is √3 10⁻³ kilo. What is S? 10 meter. What is theta? 30. Cos 30 is √3/2. വെട്ടിപ്പോച്ച് 5. √3 into √3 is 3. 3 into 5 is 15. Your answer is 15 kilojoules. Answer is 15 kilojoules. ഈ മ്യൂവിനൊന്നും യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല, മനസ്സിലായോ? ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. കാരണം ഈ മച്ചാൻ ചെയ്യുന്ന വർക്ക് എത്ര എന്ന ചോദ്യം. നിങ്ങളുടെ ആരും ഫ്രിക്ഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയെന്നല്ല ചോദിച്ചു. ഫ്രിക്ഷൻ ഫോഴ്സ് എന്നുള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സാധനം ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി തരുന്നതാണ്? ട്വിസ്റ്റ് ചെയ്യേണ്ടി തരുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ തരുന്ന എല്ലാ വാല്യൂസും നിങ്ങളിട്ട് കലക്കിയിട്ടാണ് ഉത്തരം തരേണ്ടത്. ഉത്തരം കണ്ടുപിടിക്കേണ്ടത് തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റുക, മനസ്സിലായോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, ഉപയോഗിക്കുക, ചെയ്യുക. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ, if stretch in a spring of force constant K is tripled, then the ratio of the elastic potential energy in the two cases will be. Okay, അവിടെ ഫ്രിക്ഷൻ ഉണ്ടെന്ന് കാണിക്കാനാണ്, പക്ഷെ നമ്മുടെ ആൻസറിൽ അത് യാതൊരു വ്യത്യാസം വരുത്തുന്നില്ലല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിച്ചേ. If stretch in a spring of force constant K is tripled, then the ratio of the elastic potential in the two cases will be. Initially x ആയിരുന്നു, ഇപ്പം 3x ആയി അല്ലേ? ഇതിൽ ½ ആയിരുന്നു ഇവിടുത്തെ എനർജി. ഇവിടെ ½ into 3x², that is equal to 9½ ആയി. So your answer is what? 9:1. Your answer is option A, 9:1. Okay, simple question. Okay അല്ലേടാ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എടാ സ്ട്രെച്ച് ഇൻ ദി സ്പ്രിങ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് മാറിയിട്ടില്ല. ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല മാറിയേ, എക്സ് ആണ് മാറിയേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ചിന്തിച്ച് ആ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച്. Consider the following two statements. 1. Linear momentum of a system of particles is 0. 2. Kinetic energy of a system of particles is 0. Then ഓരോ സാധനങ്ങൾ വാച്ച് ചെയ്തേ. 1 implies 2 and 2 implies 1. 1 does not imply 2, but 2 does not imply 1. ഓക്കെ, ഇതിന് ഉത്തരം എന്തുവാ? ഒന്ന് വായിച്ച എല്ലാ ഓപ്ഷൻസും വേഗം പറഞ്ഞാൽ 10 സെക്കൻഡ് സമയം തരാം. എടാ നിനക്ക് ജെയ് വേണമെങ്കിൽ നീ പോയിക്കോ. ഇപ്പോൾ ഒരു കുട്ടി സാർ ജെയ് ഫസ്റ്റ് വെറുതെ എഴുതിയപ്പോൾ 95% കിട്ടി, നീറ്റ് റിപ്പീറ്റർ ആണോ? NIT കാലിക്കറ്റ് പൊളിയാണോ? NIT കാലിക്കറ്റ് ക്യാമ്പസൊക്കെ അടിപൊളി. ക്യാമ്പസ് അല്ലല്ലോ, നിൻ്റെ ആഗ്രഹം എന്തുവാ? ഡോക്ടറാണെങ്കിൽ ഡോക്ടർ 95% കിട്ടുകയാണെങ്കിൽ യുവർ ബേസിസ് ഇനഫ് ഗുഡ്. നിനക്ക് നീറ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പം നീ ഇവിടുത്തെ ഡീവിയേറ്റ് ആവല്ലേ, മാക്സിമം എഫേർട്ട് ഇവിടെ കൊടുക്ക്. എനിക്ക് NIT എഞ്ചിനീയറിംഗ് സാധനമാണെങ്കിൽ NIT കാലിക്കറ്റൊക്കെ പോയിക്കോ.
ഭയങ്കര അടിപൊളി കോളേജാണ്. കോളേജിൽ ക്യാമ്പസ് ലൈഫിനൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു പഠിക്കുവാൻ നിൽക്കുന്ന കോളേജാണ് NEET കാലിക്കറ്റൊക്കെ. കാരണം അതൊരു സെൻട്രൽ ഗവൺമെൻറ് പവർഡ് കോളേജാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഫണ്ടും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അതിന് സാധനം നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ് ആകുമ്പം അല്ലേ, ഒരു ജനങ്ങൾ അപ്പുറത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അർമാദിക്കാൻ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കോളേജിലുണ്ടാവും. ഇത് പറയും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ലീനിയർ മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇസ് 0. മൊമെൻറ്റം ഈസ് 0. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മൊമെൻറ്റം ഈസ് 0. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് 0. കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് 0. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇത്ര ചോദിക്കുന്നുള്ളൂ, ഒന്നാമത് ആയാൽ എന്തായാലും രണ്ടാമതാവുമോ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ രണ്ടാമതായാൽ എന്തായാലും ഒന്നാമതായി എന്ന് പറയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം മൊമെൻറ്റം ഈസ് 0 എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ഇത്രയുള്ള സാധനം, മൊമെൻറ്റം എന്ന് പറഞ്ഞ സാധനം എന്തുവാടാ? അതൊരു വെക്ടർ സാധനമാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്യാസ് നിറച്ചൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു അല്ലേ. ഇനി ചിലപ്പോൾ മൊമെൻറ്റം എന്താവാം, നെറ്റ് മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം എന്താവാം? 0 ആവാം. കാരണം ക്യാൻസൽ ഔട്ട് ചെയ്യാം അല്ലേ. പക്ഷേ കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം എന്തുവാ? കൈനറ്റിക് എനർജി ഓഫ് സിസ്റ്റം എന്തുവാ? ഓരോ സാധനത്തിനും ഇതിപ്പോൾ ഒരു 2, ഇതൊരു 2, ഇതൊരു 3, ഇതൊരു 4 എല്ലാം പിടിച്ച് ആഡിങ് സംഭവം മാത്രമേ ഉള്ളൂ. സോ മൊമെൻറ്റം 0 ആയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കൈനറ്റിക് എനർജി 0 ആയി എന്ന് പറയാൻ പറ്റില്ല. സോ അത് 1 implies 2 and 2 implies 1. തെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 1 implies 2 എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. 1 implies 2 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇനി കൈനറ്റിക് എനർജി 0 ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? അവിടെ മോഷൻ ഇല്ല അല്ലേ. കൈനറ്റിക് ഒരു ബോഡി ഒന്ന് അനങ്ങിയാൽ V വന്നാൽ കൈനറ്റിക് എനർജി വരുമായിരുന്നു അല്ലേ. കൈനറ്റിക് എനർജി 0 ആയി എന്ന് പറഞ്ഞാൽ എന്തായാലും അവിടെ എന്തില്ല? നോ മോഷൻ. There is no motion. V is equal to 0. If V is equal to 0, velocity 0 ആണെങ്കിൽ എന്തായാലും എന്തില്ല? മൊമെൻറ്റം ഇല്ല. സോ 1 does not imply 2 but 2 implies 1. ഓപ്ഷൻ D is the right answer. മനസ്സിലായോ? കൈനറ്റിക് എനർജി മനസ്സിലായോ? ഇതൊരു സ്കേലാർ സാധനമായിട്ടുള്ള സാധനമാണ്. ഓക്കെ, കൈനറ്റിക് എനർജി 0 ആയാൽ മൊമെൻറ്റം എന്തായാലും അവിടെ ഇല്ല. കാരണം കൈനറ്റിക് എനർജി 0 ആണ്, വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആയി മൊമെൻറ്റം 0 ആയി. പക്ഷേ മൊമെൻറ്റം 0 ആയാൽ ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം 0 ആണെന്ന് പറയുകയാണെങ്കിൽ അതൊരു വെക്ടർ സാധനമാണ്. ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയത് കൊണ്ടായിരിക്കാം. പക്ഷേ കൈനറ്റിക് എനർജി വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയത് എല്ലാം നമ്മൾ ആഡാണ് ചെയ്യുക. സോ മൊമെൻറ്റം 0 ആയാൽ കൈനറ്റിക് എനർജി എന്തായാലും 0 ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നേരെ തിരിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചിന്തിച്ച് ചെയ്യുക. ചെയ്തേ. If W1, W2, W3 represent the work done in a moving a particle from A to B along 3 different paths 1, 2 and 3 respectively in the gravitational field of a point mass m, find the correct relation between W1, W2 and W3. ഒന്ന് ആലോചിച്ച് ചെയ്തേ. 1 മിനിറ്റ് സമയം തരാം. ചെയ്തേടാ. ചേച്ചി എല്ലാവരും ഇരിക്കും. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് മൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നോക്ക് എന്താടാ നോക്ക്. W1, W2, W3 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഫ്രം A to B along 3 different paths 1 to 3 respectively in a gravitational field. Gravitational field എന്ത് ഫീൽഡാടാ? എന്ത് ഫീൽഡാ? ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫീൽഡ്. രണ്ടിലും ഇനീഷ്യൽ പോയിന്റ് എ, ഫൈനൽ പോയിന്റ് ബി അല്ലേ. കൺസർവേറ്റീവ് ഫീൽഡിന് അഗെയിൻസ്റ്റായി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോലെ തന്നെയുള്ള വർക്കാണ്. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുക? പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യപ്പെടുക. ഒരു ബോഡി ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ കയറ്റി, എനർജി സ്റ്റോർഡ് എന്തുവാ? mgh. ഇങ്ങനെ ഞാൻ ചെയ്ത വർക്ക് ഇതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ എനർജി സ്റ്റോർ എന്തുവാ? mgh. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴും എനർജി, ഞാൻ ചെയ്ത വർക്ക് ഇതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. അപ്പോഴും എനർജി എന്തുവാ? mgh. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. ഓൾ ഓഫ് ദി വർക്ക്സ് ആർ ഈക്വൽ. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ എല്ലാവർക്കും അറിയാം. നീ ക്വസ്റ്റ്യൻ ചെയ്തടാ. A lorry and a car moving the same kinetic energy are brought to rest by applying the same retarding force. Then
then നമുക്കറിയാം ലോറി എന്ന് പറയുമ്പോൾ മാസ് ഗ്രേറ്റർ ആയിരിക്കും, കാർ എന്ന് പറയുമ്പോൾ മാസ് കുറവായിരിക്കും. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കും. ഒരു മിനിറ്റ് സമയം തരാം. ഓക്കെ, കോംബി സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ബുദ്ധി വർക്ക് ചെയ്യട്ടെ. A lorry and a car moving the same kinetic energy are brought to rest by applying the same retarding force. Then അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ലോജിക്ക് നമുക്ക് മനസ്സിലാവും, സെയിം റിട്ടാർഡിങ് ഫോഴ്സ് അല്ലേ, സെയിം റിട്ടാർഡിങ് ഫോഴ്സ് അല്ലേ, അപ്പോൾ കാറിനല്ലേ കനം കുറവ്, അപ്പോൾ കാറിന് നിർത്താൻ വേണ്ടി വേഗം സാധിക്കും. സോ കാർ വിൽ കം ടു റെസ്റ്റ് ഇൻ എ ഷോർട്ടർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചാടി കയറി അവൻ ബി എന്നൊന്ന് കുത്തും. ഓക്കെ, അവനെ ബി എന്ന് കുത്തുമ്പോഴാണ് അവൻ്റെ തലക്കെട്ട് ഞാൻ 2 കൊട്ട് കൊട്ടുക. കാരണം ഓക്കെ, ദിസ് ഈസ് നോട്ട് ദി ആൻസർ, ദാറ്റ് ഈസ് എ റോങ് ആൻസർ. എന്തുകൊണ്ട് എടാ നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല പഠിച്ചത് എന്തുവാടാ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, കാരണം സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്തുവാ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു u² ഡിവൈഡ് ബൈ 2a എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, u² ഡിവൈഡ് ബൈ 2a എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു മാജിക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ m8 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ m8 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിത് എന്തേ? mu² ബൈ 2 ഇൻറ്റു 1/ma എന്നുവെച്ചാൽ ഇതെന്തുവാ? കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ റിട്ടാർഡിങ് ഫോഴ്സ്. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ വേറൊരു ഫോർമുലയാണ്, ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ദ റിട്ടാർഡിങ് ഫോഴ്സ്. ഓക്കെ, കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ റിട്ടാർഡിങ് ഫോഴ്സ്. ഈ 2 ബോഡിയും കൈനറ്റിക് എനർജി സെയിം, റിട്ടാർഡിങ് ഫോഴ്സ് സെയിം. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തായി? സെയിം ആയി. യുവർ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ സി. മനസ്സിലായോ? യെസ്. ഓക്കെ, മനസ്സിലായോ? സാധനം മനസ്സിലായോ? ഓക്കെ, അപ്പം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ വേറെ ഫോർമുല കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ റിട്ടാർഡിങ് ഫോഴ്സ്, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ വെലോസിറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? u² ബൈ 2a എന്നാണ്. ആ എ റിട്ടാർഡിങ് ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞു, രണ്ടാക്കും ഈ സെയിം ഇതാന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഈസ് ബോത്ത് ആർ ദി സെയിം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. എ ബോംബ് ഓഫ് 12 kg എക്സ്പ്ലോഡ്സ്, അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൽ ഒന്നായി. എക്സ്പ്ലോഡ്സ് വന്നാൽ ഒന്നും അലക്കേണ്ട, കൺസർവേഷൻ മൊമെൻറ്റ് എന്തായാലും ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാണ്ട് ചെയ്ത് 12 kg ബ്ലോക്ക് എക്സ്പ്ലോഡ് ചെയ്ത് 2 pieces ആയി. 4 kg ബ്ലോക്കും 8 kg ബ്ലോക്കും ആയി. അങ്ങനെ ദി വെലോസിറ്റി ഓഫ് 8 kg മാസ് ഈസ് 6 m/s. ദ കൈനറ്റിക് എനർജി ഓഫ് ദി അതർ മാസ് ഈസ് എന്നാണ് ചോദ്യം. ചെയ്തടാ. കമൺ ചെയ്. എടാ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളില്ലേ ഒരു ചെറിയൊരു ഇക്വേഷൻ പറയാൻ വേണ്ടി മറന്നു, ജസ്റ്റ് ഇവിടെ പറയാട്ടാ. ഇലാസ്റ്റിക് കൊലീഷൻ ആഫ്റ്റർ കൊലീഷൻ്റെ വെലോസിറ്റി എന്തൊക്കെയാ? v1 is equal to m1 minus m2 into u1 divided by m1 plus m2 plus 2m2 u2 divided by m1 plus m2. v2ൻ്റെ ഇക്വേഷൻ എന്തുവാ? m2 minus m1 into u2 divided by m1 plus m2 plus 2m1 u1 divided by m1 plus m2. ഓക്കെ, ഇതാണ് ഇലാസ്റ്റിക് കൊലീഷൻ്റെ. സംശയമൊന്നുമില്ലല്ലോ. ഇൻ ഇലാസ്റ്റിക് കൊലീഷൻ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇൻ ഇലാസ്റ്റിക് കൊലീഷൻ്റെ v1 is equal to m1 minus em2 into u1 divided by m1 plus m2 plus 1 plus e into m2 u2 divided by m1 plus m2. അടുത്ത v2ൻ്റെ ഇക്വേഷൻ m2 minus em1 into u2 divided by m1 plus m2 plus 1 plus e m1 u1 divided by m1 plus m2.
ഈ ഈന് നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അല്ലേ, 1 പെർഫെക്റ്റ് ഇലാസ്റ്റിക് സൊല്യൂഷൻ 1 ആണ്. അപ്പം ആ ഇക്വേഷൻ എന്തായി, ഈക്വേഷനായി മാറി. മനസ്സിലായോ? വെരി യൂസ്ഫുൾ ഇക്വേഷൻ. ഇനി ഇലാസ്റ്റിക് സൊല്യൂഷൻ ബിഫോർ എന്നൊക്കെ ചോദിക്കുക, കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇലാസ്റ്റിക് സൊല്യൂഷൻ നമ്മൾ വിട്ടു പറയുമ്പോൾ വേറെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ലോസ് ഓഫ് കൈനറ്റിക് ആരെങ്കിലും ലോസ് ഓഫ് കൈനറ്റിക് ചോദിക്കുകയാണെങ്കിൽ സിംപ്ലി m1 m2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു u1 മൈനസ് u2 ദി ഹോൾ സ്ക്വയർ. ഇതൊക്കെ ആ ഫോർമുലയൊക്കെ എഴുതി വെച്ചോ. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ അല്ലേടാ? ഇനി ഇപ്പോൾ അടുത്ത ഒരു ഇക്വേഷൻ ഈ കുട്ടീനെ അറിയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം പറഞ്ഞു, ആവശ്യമില്ലാത്തവരെ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞടാ, 12 kg ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് സാധനം 0 ആണ്. ഇപ്പോൾ എന്തായി, ഒരു 4 kg മാസ്സായി, ഒരു 8 kg മാസ്സായി, 2 kg മാസ്സായി. 8 kg മാസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 4 kg മാസിൻ്റെ കൈനറ്റിക് എനർജി എന്തെന്നാണ് ചോദ്യം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്തായാലും ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പം ഈ മൊമെൻറ്റം ആഫ്റ്റർ എന്ന് പറഞ്ഞ സാധനം എന്താണ്, 4 × v പ്ലസ് 8 × 6 എന്നാണ്. ഇത് എന്തിനോട് ഈക്വലാടാ, 0നോട് ഈക്വലാണ് അല്ലേ. മൊമെൻറ്റം ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ഫൈനൽ. മാക്സ് ചെയ്യുന്നു. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു 4v പ്ലസ് 48. 4v ഇസ് ഈക്വൽ ടു minus 48 and v is equal to what, minus 12 meter per second. So ഈ ബോളിയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -12 ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് കാണിക്കുന്നത് മൈനസ്. ഓക്കെ, സോ മൈ വാട്ട് കൈനറ്റിക് എനർജി is half into m which is 4 into 12 square. What is 12 square? 144. വെട്ടി 2 തവണ. your answer is 288 joules. ഓപ്ഷൻ ഡി. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. എ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡുലം dropped from the horizontal position strikes a block of same mass elastically placed on a horizontal frictionless table. The kinetic energy of the block is. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഒരാളും പോയത്, കാരണം നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കിടിലം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, നല്ല കിടിലം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എല്ലാവരും ഇരിക്കും. ഓക്കെ, ഇപ്പോൾ 90 പേരുള്ള 90 പേര് ഇരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ 82 പേര് ഇരുന്നാൽ മതി. നല്ല ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, so the bob of a simple pendulum dropped from a horizontal position strikes a block of the same mass elastically placed on the horizontal friction table. The kinetic energy of the block is. അല്ലേ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻ. എന്താ പറയുക, ഒരു പെൻഡുലം ഉണ്ട്, ആ പെൻഡുലത്തിനെ നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, നേരെ അടിയിലൊരു ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഈ ബ്ലോക്കിന് കിട്ടുന്ന എനർജി എത്ര, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് L എന്നാണ് അല്ലേ. അപ്പോൾ ബേസിക്കലി അത് ഇവിടെ എത്തുമ്പം അതിൻ്റെ ലെങ്ത്ത് L, മൊത്തം ലെങ്ത്ത് L ആണ്. എന്ന് വെച്ചാൽ അതൊരു L ഹൈറ്റിൽ നിന്നാണ് താഴത്തോട്ട് വരുന്നത്. സോ ദ എനർജി പോസസ്ഡ് ബൈ ദിസ് ബോഡി എത്ര, mgl ആണ്. ഈ mgl ആണ് ആർക്ക് കൊടുക്കുന്നത്, ഇവൻക്ക് കൈനറ്റിക് എനർജി കൊടുക്കുന്നത്. സോ ദ എനർജി ഗിവൺ ഇസ് വാട്ട്, mgl. മനസ്സിലായോ? പ്രത്യേകിച്ച് എന്താ പറയുന്നില്ല, പ്രത്യേകിച്ച് യാതൊരുവിധ ഒന്നുമില്ല, സിമ്പിൾ സാധനം. ഓക്കെ അല്ലേടാ, അതെല്ലാവർക്കും അറിയുന്നല്ലേ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ അല്ലേ. ഒരു L ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്ത് അല്ലേ. ദിസ് ഈസ് ദി ഹൈറ്റ് ഇൻ ദി x ആക്സിസ് അല്ലെ, y ആക്സിസ് അല്ലേ. അപ്പം ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇനീഷ്യലി അതിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് L ദൂരം അടിയിലോ എന്ന് വെച്ചാൽ L ദൂരമായിരുന്നു അതിൻ്റെ ഹൈറ്റ്, ഇനീഷ്യൽ ഹൈറ്റ്. സോ mgl എനർജി എന്നത് പ്രൊസസ് ചെയ്യുന്നത്. ഈ mgl എനർജി മൊത്തം ആർക്ക് കൊടുത്തു, അടിയിലുള്ള ബ്ലോക്കിന് കൊടുത്ത് അതിൻ്റെ കൈനറ്റിക് എനർജിയെ മാറി. സോ ദ കൈനറ്റിക് എനർജി ഗെയിൻഡ് ഈസ് mgl. ഓക്കെ അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ യൂണിഫോം റെക്ടാങ്കുലർ മാർബിൾ സ്ലാബ് ഈസ് 3.4 meter long and 2 meter wide. It has a mass of 180 kg. If it is originally laying on the flat ground, how much work is needed to stand it on an end? എന്നാണ് ചോദ്യം. ഒരു റെക്ടാങ്കുലർ സ്ലാബ് ഉണ്ട് നമുക്ക്, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.4 meter ആണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 meter ആണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 180 kg ആണ്. അങ്ങനെ അതിനെ പൊന്തിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താൻ, ഇങ്ങനെ കുത്തനെ നിർത്താൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം.
സോറി, നമ്മൾ ഇങ്ങനെ കുത്താൻ നിർത്താൻ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. എല്ലാ ചെയിൻ ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. വെയിറ്റ്, എല്ലാ ഷിഫ എല്ലാ ചെയിൻ ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. നീ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ബേസിക്കലി എന്തുവാടാ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന ചെയിൻ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇതൊരു യൂണിഫോം റെക്ടാങ്കുലർ സ്ലാബാണ്. അപ്പോൾ യൂണിഫോം റെക്ടാങ്കുലർ സ്ലാബിന് കറക്റ്റ് സെൻറ്റർ ഓഫ് മാസ് ആയിരിക്കും എവിടെ ആയിരിക്കും, ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഓക്കെ, അല്ല ഈ അറ്റത്തോ ഇവിടെ ഒന്നും ആവില്ല, കറക്റ്റ് സെൻറ്ററിലായിരിക്കും ഇതിൽ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. അപ്പം ഇതിനെ ഞാൻ അല്ലേ ഇനീഷ്യലി ഇത് ഗ്രൗണ്ട് ലെവലിലാണുള്ളത് അല്ലേ, 0 എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ലെവലിലാണുള്ളത്. ഓക്കെ, ഇതിനെ ഞാൻ എടുത്ത് പൊന്തിച്ച് അതിനെ ഇങ്ങനെ പിടിച്ച് നിർത്തുമ്പോൾ, ഓക്കെ ഇങ്ങനെ പിടിച്ച് നിർത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ആ ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാകുക കറക്റ്റ് സെൻറ്ററിലാണ് ഉണ്ടാവുക അല്ലേ. സെൻറ്റർ എത്ര മീറ്റർ ഹൈയിലുള്ള ഇതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 3.4 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എവിടെയുള്ളത് 1.7 മീറ്റർ അല്ലേ, അതിൻ്റെ കറക്റ്റ് പകുതിയായ 1.7 മീറ്ററിലാണ് ഉണ്ടാവുക. അപ്പം ഇനീഷ്യലി സെൻറ്റർ ഓഫ് മാസ് 0 എന്നുള്ള പോയിൻ്റിലായിരുന്നു, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് 0.7 എമ്മിലെത്തി, 0.7 മീറ്ററിലെത്തി. സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു mgh എന്നാണ്. മാസ് ഓഫ് ദി ബോഡി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ മാസ് എന്ന് പറയുന്നത് 180 ആണ്, g എന്ന് പറയുന്നത് 10 ആണ്. എത്ര ഹൈറ്റാണ് പൊന്തിയത് 0ൽ നിന്ന് 1.7ലോട്ട് ഇൻറ്റു 1.7. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് ഞാൻ ഇതിനെ 2 എന്ന് ചെയ്യുകയാണ്, 2 വെച്ച് ചെയ്യുകയാണ്, ഇത് 2 വെച്ച് ചെയ്യുകയാണ്, ഒന്ന് റൗണ്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ റൗണ്ട് ചെയ്ത് ഞാൻ 2 എന്ന് ചെയ്യുകയാണ്. ഓക്കെ, 2 വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും 3600 ഓർ ഇറ്റ് ഈസ് 3.6 കിലോ ജൂൾസ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ 3.6 കിലോ ജൂൾസ്, 3 കിലോ ജൂൾസ് ഉണ്ട്, 2 കിലോ ജൂൾസ് ഉണ്ട്. എനിക്കറിയാം ഇത് 1.7 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഓൾമോസ്റ്റ് 3 ആയേനെ. സോ മൈ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, വീണ്ടും പറഞ്ഞുതരാം. എടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആദ്യം ഗ്രൗണ്ടിൽ കിടക്കുകയായിരുന്നു ബോഡി. ഓക്കെ, 180 കിലോഗ്രാമുള്ള സ്ലാബ് ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററാണ്, വിഡ്ത്ത് 2 മീറ്ററാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ കിടക്കുന്ന ലോഗ്, ഓക്കെ ഇതാണ് 3 മീറ്റർ, ഓക്കെ ഇതാണ് 3 മീറ്റർ. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന ലോഗിനെ ഒറ്റ കാലിൽ നിർത്തണം, ഇങ്ങനെ പൊന്തിക്കണം, അങ്ങനെയാണെങ്കിൽ എത്ര വർക്ക് ചെയ്യണം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യും ഈ ബോഡി, ആ ക്വസ്റ്റ്യൻ വിടും, ഈ ബോഡിയെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് എത്തിക്കണം, എത്ര വർക്ക് ചെയ്യണം എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ശരിക്കും എന്താ ചെയ്യുന്നത്, ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു അല്ലേ. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താ അല്ലേ, ഞാൻ ഈ ഹൈറ്റിൽ നിന്ന് ഈ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് ഈ ബോഡിയുടെ പൊസിഷൻ ഇങ്ങനെ മാറ്റി, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് മൊത്തം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ജനറൽ ഇക്വേഷൻ എന്തുവാ mgh. ഓക്കെ, mgh. അപ്പോൾ ഞാൻ എത്ര ഹൈറ്റാണ് അത് കൊടുത്തത് mg ഇൻറ്റു ആ ഹൈറ്റ്. അതേപോലെ ഈ ബോഡി ഇങ്ങനെ കിടക്കുമ്പോൾ ഓക്കെ, ഞാൻ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഒറ്റ ബോഡി അല്ലത്, മനസ്സിലായോ. ഇതൊരു വലിയൊരു ബോഡിയാണ്, യൂണിഫോംലി ഒരുപാട് മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ള ബോഡിയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര ഹൈറ്റ് പൊന്തി, നമ്മൾ ഏത് പോയിന്റിനെ കൺസിഡർ, ഒരു പോയിന്റ് സാധനമല്ല. അപ്പോൾ ഇതിന് പോയിന്റ് സാധനമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ മാത്രം നോക്കും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് സെൻറ്ററിലാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് സെൻറ്ററിലാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി അത് ഗ്രൗണ്ട് ലെവലുള്ള ഈ സെൻറ്റർ ഓഫ് മാസ് 0ലുള്ള. ഓക്കെ, ഞാൻ അതിനെ ഇങ്ങനെ പൊന്തിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ആ സെൻറ്റർ ഓഫ് മാസ് ഇപ്പോൾ എത്ര പൊന്തിയടാ. ഓക്കെ, ഇതിൻ്റെ മൊത്തം ഹൈറ്റ് 3.4 മൊത്തം ഹൈറ്റ് 3.4. ഇതിൻ്റെ എക്സാക്ട് സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് മാസ് ഉള്ളത്. സെൻറ്റർ ഓഫ് മാസ് ഇപ്പോൾ എത്ര ഹൈറ്റിലുള്ളത് 1.7. ഇനീഷ്യലി എവിടെയായിരുന്നു 0, ഇപ്പോൾ എത്ര ഹൈറ്റിലായി 1.7. സോ ദ ഹൈറ്റ് അറ്റൈൻഡ് ഇസ് വാട്ട് 1.7. സോ mgh ഇക്വേഷനിൽ കൊടുക്കേണ്ട h എന്തുവാ 1.7. സോ മാസ് ഓഫ് ദി ബോഡി ഇസ് 180, g is 10, 1.7 മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 3 കിലോ ജൂൾസ്. ഓക്കെ, ഇതിനൊന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺവെൻഷൻ ഞാൻ 1.7 ഒക്കെ മൾട്ടിപ്ലൈ എനിക്ക് മടിയാണ്. അപ്പോൾ 10 ആയിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എനിക്ക് 3.6 കിലോ ജൂൾസ് എന്ന് കിട്ടി. അപ്പോൾ ഞാൻ അപ്രോക്സ് ചെയ്യുന്നു 1.7 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നു എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലേടാ, രണ്ടാമത് പറഞ്ഞാൽ മനസ്സിലായോ? 0 ആണോ എടുക്കേണ്ടത് 1 അല്ല എന്നോ, എന്തോടാ എനിക്ക് മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എടാ ഓക്കെയോ? ഓക്കേടാ, എടാ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കോംബി ക്ലാസ്സൊക്കെ ഓൾറെഡി നമ്മളെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആകാശ് സാറൊക്കെ എടുത്തിട്ടുണ്ട്, ക്ലാസ്സും കേട്ട് നോക്കും.
നമുക്ക് എപ്പോഴും സമയം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് എടുക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. എടാ സെൻറ്റർ ഓഫ് മാസ് 0-ലല്ലേ ഈ ബോഡി മൊത്തത്തിൽ. ഇപ്പോൾ ഇത് ഗ്രൗണ്ടാന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഗ്രൗണ്ടാന്ന് വിചാരിക്കും, ഇതാണ് ബോഡി എന്ന് വിചാരിക്കും. ബോഡി ഗ്രൗണ്ടിലാണല്ലേ, സെൻറ്റർ ഓഫ് മാസ് മൊത്തം ബോഡി 0 എന്ന് പറഞ്ഞ പോയിന്റിലാണല്ലേ. ഓക്കെ, എന്നിട്ടാണ് അത് ഇങ്ങനെ പൊന്തിച്ച് കണ്ട. സെൻറ്റർ ഓഫ് മാസ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നു, 1.7 ഹൈറ്റിൽ നിൽക്കുന്നു. ഓക്കെ, ഏത് ആദ്യത്തെ ബോഡിടാ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യും. A body of mass m acts uniformly from rest to v1 in time t1. As a function of time t, the instantaneous power delivered to the body is. Come on. Chey. എടാ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? എഫ് ഡോട്ട് വി. ഓക്കെ, അപ്പോൾ ബോഡി ആക്ട്സ് അറ്റ് യൂണിഫോംലി ഫ്രം റെസ്റ്റ് ടു വി. ഇനീഷ്യൽ വെലോസിറ്റി 0, ഇപ്പോൾ വെലോസിറ്റി v1 ആയി. ഓക്കെ, ഇതിൻ്റെ ടൈം t1 ആണ്. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടി, ഒരു ടീൻ്റെ ബേസിസിൽ നിങ്ങൾ പവറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എഫ് ഡോട്ട് വി എന്നാണ് ചോദ്യം. ഓക്കെ, എഫ് ഡോട്ട് വി. അപ്പം ഇത് ചെയ്യുമ്പം എഫ് എന്ന് പറഞ്ഞാൽ എം എ ഇൻറ്റു വി. ഓക്കെ, ഇനി സാധനം ചെയ്തേ. എന് പകരം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞ് ചെയ്യടാ. എ എന്ന് പറഞ്ഞാൽ എന്തുവാ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. അപ്പം v മൈനസ് 0 ബൈ t1. ഓക്കെ, ഈ വി ഇൻ ടേംസ് ഓഫ് ടി എഴുതണം. ഓക്കെ, ഒരു ടി കഴിഞ്ഞാൽ എന്താവും? അപ്പം ഇപ്പോഴത്തെ വെലോസിറ്റി v1 ആണ്. ഒരു ടി കഴിഞ്ഞാൽ എന്താണ്? അപ്പം എന് പകരം നമ്മൾ എഴുതുന്നു എ ഈസിക്കൽ ടു ഡി വി ബൈ ഡി ടി. ഈ വീനൊന്ന് സുന്ദരമായിട്ട് ഒന്ന് മാറ്റി എഴുതുന്നു. വീണ്ടും എ ഇൻറ്റു ടി അല്ല, ആഫ്റ്റർ ടൈം ടി കിട്ടണം. ഈ എനെ വീണ്ടും ഞാൻ മാറ്റുന്നു ഡി വി ബൈ ഡി ടി ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ടി. എന്താണ് ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തുവാ? It is change in velocity v1 minus 0 divided by the time taken is t1 the whole square into t. So your answer is basically what? m v1 square into t divided by t1 square. Option edwa? Option D. Okay, ഇനി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് വേറെ എങ്ങനെ ചെയ്യടാ? ഇതിൻ്റെ ഓപ്ഷൻ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാത്തിനും പവറും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പവറും കാര്യങ്ങളും ഡിഫറെൻ്റ് ആയാലും എല്ലാ ഓപ്ഷനും ഒട്ടുമിക്കപ്പോഴും ഡയമെൻഷനലി ഡിഫറെൻ്റ് ആയിരിക്കും. പവറിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, ഓപ്ഷനിൽ ഏതാണ് പവറിൻ്റെ ഡയമെൻഷൻ ഇട്ട് നോക്കുക, അത് ഉത്തരം കുത്തുക. മനസ്സിലായോ? അങ്ങനെയും നമുക്ക് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പാർട്ട് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എടാ ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, നീ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നീ എക്സ് ആൻഡ് വൈ എന്നുള്ള സ്ഥലത്ത് പോയിക്കോ, എന്തിനാണ് വെറുതെ ഇവിടെ നാട്ടിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നാട്ടിലേ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം, ഒന്ന് എനിക്ക് എന്താ പറയുക, ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഒന്ന് കഷ്ടപ്പെട്ടിരുന്നാൽ ഈ സാധനം കിട്ടും എന്നുള്ള തോട്ട്, എവിടെ പോയാൽ കിട്ടും എന്നുള്ള തോട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയായിരുന്നു എനിക്ക് എത്ര ചെറിയ റാങ്ക് കിട്ടിയാലും, ഓക്കെ, ഞാൻ പഠിച്ചൊരു പുതിയ സെൻറ്ററിൽ, അവിടെ ആ സെൻറ്ററിലെ രണ്ടാമത്തെ ബാച്ചായിരുന്നു ഞാൻ. ഓക്കെ, ഒരു പുതിയ സെൻറ്ററിൽ ഞാൻ രണ്ടാമത്തെ ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കറിയായിരുന്നു എനിക്ക് എത്ര ചെറിയ റാങ്ക് കിട്ടിയാലും, എനിക്ക് 300, 400 എത്ര ചെറിയ റാങ്ക് കിട്ടിയാലും അവർ ആ ഒരു സെൻറ്ററിനെ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പരസ്യം എല്ലായിടത്തും തൂക്കുമെന്നും, എനിക്ക് ഏതൊരു എക്സ് ആൻഡ് വൈ സെൻറ്ററിൽ പഠിച്ചതിനും കൂടുതലും പബ്ലിസിറ്റി എനിക്ക് കിട്ടുന്ന എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു.
ആ ബോധ്യം തെറ്റിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഫ്ലെക്സ് അവിടെ തൂങ്ങുന്നുണ്ട്. ഈ പറഞ്ഞപ്പോൾ കുട്ടി ബസ്സിൽ കണ്ടു എന്ന് പറയും. ഇപ്പോഴും എൻ്റെ ഫ്ലെക്സ് കോട്ടക്കൽ എന്ന് പറയുന്ന ഞാൻ പഠിച്ച സ്ഥലത്ത് തൂങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോപ്പ പോലത്തെ ഏതൊരു ബഡ്ഡിങ് സെൻറ്ററിൽ പഠിക്കുകയാണെങ്കിലും, പുതിയ ബഡ്ഡിങ് സെൻറ്ററിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടി അവരുടെ സെൻറ്റർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിച്ച് ഇങ്ങനെ നാട് മൊത്തം നിങ്ങളെ പ്രസിദ്ധീകരിച്ച് തരും. അപ്പോൾ നമുക്ക് ബെനിഫിറ്റാണ്, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ഒരു ബഡ്ഡിങ് സെൻറ്ററിൽ, ഏതൊരു പുതിയ ബഡ്ഡിങ് സെൻറ്ററിൽ പഠിക്കാൻ വേറൊരു അഡീഷണൽ സാധനം കൂടിയാണത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടിച്ചേ. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇതാ ഇനി ഒരു നല്ല ക്വസ്റ്റ്യൻസ് മെല്ലെ വരികയാണ്. ഓക്കെ, എ മാൻ ഈസ് റൈഡിങ് ഓൺ എ സൈക്കിൾ വിത്ത് എ വെലോസിറ്റി ഓഫ് 7.2 km/h up a hill having a slope 1/20. Okay, the total, എനിക്ക് മോക്ക് ടെസ്റ്റിലൊക്കെ മാർക്ക് നല്ല കുറവായിരുന്നു. ഞാൻ പറയുന്നത് ഈ ചെറിയ സെൻറ്റർ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ എപ്പോഴും റാങ്ക് 1 ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്കറിയാം എൻ്റെ മാർക്ക് നല്ല കുറവായിരുന്നു. കാരണം മറ്റുള്ള കുട്ടികളൊന്നും പഠിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് റാങ്ക് 1 ആയിരുന്നു. പക്ഷേ ആ മാർക്ക് കുറവൊന്നും എന്നെ ചടിപ്പിച്ചു. കാരണം എനിക്ക് എൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എനിക്കറിയാം ഞാനത് പഠിക്കാത്തതുകൊണ്ടാണ് എനിക്കത് അറിയാത്തതാണ്. പക്ഷേ ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനനുസരിച്ച് മാത്രം എൻ്റെ ഈ മാർക്ക് എനിക്ക് കുറവാണെന്നൊന്നും ഞാൻ എൻ്റെ തലയ്ക്ക് എടുത്തിട്ടില്ല, മനസ്സിലായോ? അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ പ്ലാൻ അനുസരിച്ച് പോവുക. നിങ്ങളെ പ്ലാനിനനുസരിച്ച് പോയില്ലെങ്കിൽ നിങ്ങൾ സൈക്കായിക്കോ, മനസ്സിലായി? പക്ഷേ പോയിട്ട് നിങ്ങൾ മാർക്ക് ബാഡ് അതൊന്നും നിങ്ങൾ ആയിരിക്കണ്ട. എല്ലാ എക്സാം ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ സൈക്കാവാതെ കാമായിട്ട് എക്സാം എഴുതാനുള്ള പ്രാക്ടീസാണ് സെൻസിൽ മാത്രം എടുക്കുക. അല്ലാണ്ട് അതിൻ്റെ മാർക്കായിരിക്കും നിങ്ങളെ മാർക്കെന്ന് വിചാരിച്ച് വെറുതെ തല വേണ്ട ആവശ്യമൊന്നുമില്ല. നോക്ക്, അടുത്ത ദിവസം, എ മാൻ ഈസ് റൈഡിങ് ഓൺ എ സൈക്കിൾ വിത്ത് എ വെലോസിറ്റി 7.2 km/h up a hill having a slope 1/20. എന്താണ് ഈ ടെർമിനോളജി? ഈ ടെർമിനോളജി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത്. സ്ലോപ്പ് 1/20 എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ലോപ്പ് 1/20 എന്നാണ് ഡാറ്റ തരുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി സ്ലോപ്പ് 1/20ൻ്റെ അർത്ഥം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/20 എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ സ്ലോപ്പ് 120 എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഇസ് 1 ആൻഡ് ദ ഹൈപ്പോട്ടന്യൂസ് ഇസ് 20. ഇതാണ് ഉദ്ദേശിക്കുന്ന സാധനം. ഓക്കെ, ഇതാണ് സ്ലോപ്പ് 120 എന്നുള്ള സാധനത്തിൻ്റെത്. ഓക്കെ, ദ ടോട്ടൽ മാസ് ഓഫ് ദി മാൻ ആൻഡ് ദി സൈക്കിൾ ഈസ് 100 kg. ദ പവർ ഓഫ് ദി മാൻ ഈസ്, ചെയ്തേടാ എല്ലാവരും ചെയ്തേ, നല്ലൊരു ചോദ്യം ചെയ്തേ. ഓക്കെ, സ്ലോപ്പ് 120 അർത്ഥം സൈൻ തീറ്റ ഈസ് 1/20 എന്നാണ് കേട്ടോ അർത്ഥം. ചെയ് ടോട്ടൽ മാസ് ഓഫ് ദി മാൻ ആൻഡ് സൈക്കിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പവർ ഇൻസ്റ്റന്റേനിയസ് പവർ ഈസ് ഈക്വൽ ടു F.V. എഫ് എന്താണെന്ന് കണ്ടുപിടിക്കുക. വി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യുക, മാക്സ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ചെയ്തു തരാം. പവർ ഈസ് ഈക്വൽ ടു F.V. നൗ വാട്ട് ഈസ് എഫ്? ഒരു സൈക്കിൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഒക്കെ ഇത് സൈക്കിളാണെന്ന് വിചാരിക്കും, എനിക്ക് കാർ വരയ്ക്കാനേ അറിയുള്ളൂ. ഓക്കെ, സൈക്കിളാണെന്ന് വിചാരിക്കും. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മേലോട്ട് പോവുകയാണെങ്കിൽ നെറ്റ് ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇല്ല. നെറ്റ് ഫോഴ്സിൻ്റെ അർത്ഥം എന്തുവാ? അതിൽ അടിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തുവാടാ? mg sin തീറ്റയാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സിലെങ്കിൽ ഈ സൈക്ലിസ്റ്റ് മുകളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എന്ത് തന്നെയാണ്? mg sin തീറ്റ ഉപയോഗിച്ചാണ് മുകളിലോട്ട് പോകുന്നത്. സോ ദിസ് ഈസ് ദി ഫോഴ്സ് mg sin തീറ്റ. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഗിവൺ ഇൻ km/h. മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. അപ്പം 7.2നെ മീറ്റർ പെർ സെക്കൻഡോട് 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 1 വെട്ടി 0.4 തവണ. യുവർ ആൻസർ ഈസ് 2. സപ്ലൈങ് ഇറ്റ് ഹിയർ ഇൻറ്റു 2. നോ വാട്ട് ഈസ് mg sin തീറ്റ? mg ഈസ് 100. നോ വാട്ട് ഈസ് sin തീറ്റ? 1/20. 1/20 ഇൻറ്റു 2. വെട്ടി. യുവർ ആൻസർ ഈസ് വാട്ട്? അയ്യോ, അത്ര ആൻസർ ഇല്ലല്ലോടെ. എന്തുവാ പറ്റിയേ? mg sin തീറ്റ mg g എവിടെടാ? m ന് 100 അല്ലേ, ഒരു g ഉണ്ട്, ഇൻറ്റു 10. സോ യുവർ ആൻസർ ഇസ് വാട്ട്? 100 watts. സോ 9.8 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് 98 എന്ന് കിട്ടുമായിരുന്നു. യുവർ ആൻസർ ഈസ് 98. ഓക്കെ, വീണ്ടും പറയുന്നു ഒരു ബോഡി, ഒരു സൈക്ലിസ്റ്റ് ഓക്കെ, ഇത് സൈക്കിൾ. ഓക്കെ, ഒരു സൈക്ലിസ്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വെലോസിറ്റി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ ഇല്ല.
അല്ലേ? നെറ്റ് ആക്സലറേഷൻ എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് ഇല്ല. അപ്പം ഈ ബോഡി നമുക്കറിയാം, ഒരു ബോഡി സ്ലോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അത് അടിയിലോട്ട് ഒരു mg sin θ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകണമെങ്കിൽ ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ തക്കവണ്ണം മുമ്പിലോട്ട് എന്ത് ഫോഴ്സ് കൊടുക്കണം? mg sin θ കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോഴ്സ് എത്രയാണ്? mg sin θ. അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി എത്രയാണ്? v. m എന്ന് പറഞ്ഞാൽ 100, g എന്ന് പറഞ്ഞാൽ 10, sin θ പച്ച ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1/2, 7.2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2. വെട്ടി. Your answer is 100 watts or 98 watts. ഓക്കെ അല്ലേ? എടാ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ ആണ്. സ്ലോപ്പ് 1 in 20 എന്ന് പറഞ്ഞാൽ sin θ ആണ് അർത്ഥം. ഹാവിങ് എ സ്ലോപ്പ് 1 in 20 എന്ന് പറഞ്ഞാൽ sin θ ആണ് തന്നിട്ടുള്ള സാധനം. ഓക്കെ, tan θ അല്ല. ഇനി നിങ്ങൾ പറഞ്ഞ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതെല്ലാവരും ചെയ്തേ. A uniform chain of length L and mass m is lying on a smooth table and 1/3 of its length is hanging vertically down over the edge of the table. If g is acceleration due to gravity, the work required to pull the hanging part onto the table is. ചെയ്തേ. അപ്പോൾ എന്താ ഫിഗർ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഒരു യൂണിഫോം മാസുള്ള ഒരു ചെയിൻ ഉണ്ട്. ആ ചെയിൻ്റെ ഒരു 1/3 ലെങ്ത്ത് പുറത്തോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിനെ തിരിച്ച് മുകളിലോട്ട് കയറ്റാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. ചെയ്തേ, എല്ലാവരും ചെയ്തേ. സെയിം സെൻറ്റർ ഓഫ് മാസിൻ്റെ കളി വെച്ചിട്ട് തന്നെ ചെയ്യുക, സിമ്പിൾ ചെയ്യുക അല്ലേ? മൊത്തം ലെങ്ത്ത് L-ആണ്. L/3 ആണ് തൂങ്ങി നിൽക്കുന്നത് അല്ലേ? L/3 ആണ് തൂങ്ങി നിൽക്കുന്നത്. അപ്പം അതിനെ മൊത്തം യൂണിഫോം ചെയിനാണ്. അപ്പം എന്ന് വെച്ചാൽ അതിനൊരു സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് നടുവിലായിരിക്കും. ആ നടുവിൽ ഇത്രയും ഹൈറ്റാണ് നമ്മൾ തിരിച്ച് കയറ്റുന്നത് അല്ലേ? ഇത്രയും ഹൈറ്റാണ് കയറ്റുന്നത്. അപ്പോൾ Hൻ്റെ വാല്യൂ കൊടുക്കുക, എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക, ജീൻ്റെ വാല്യൂ കൊടുക്കുക, എല്ലാം പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഉത്തരമായി. അത്രയേ ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതാ നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ, കിട്ടാത്തവരൊക്കെ നോക്കിക്കോ. ഒരു ടേബിൾ. ഓക്കെ, ടേബിൾ L/3 പുറത്തോട്ട് തൂങ്ങിക്കിടക്കുന്നു. ഈ L/3നെ മുകളിലോട്ട് കയറ്റണം. അപ്പോൾ L/3നെ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ സെൻറ്റർ ഓഫ് മാസ് വെച്ച് കളിക്കുന്നു. ഒരു പോയിൻ്റ് മാസിനെ കയറ്റാൻ നോക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നേടാ? ഈ L/3ൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ കിടക്കുന്നത്? കറക്റ്റ് നടുവിൽ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ 0 ലെവലാണെങ്കിൽ L/6 ഹൈറ്റിലാണ് എന്ത് കിടക്കുന്നത്? ഡെപ്തിലാണ് എന്ത് കിടക്കുന്നത്? നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ ഈ പോയിന്റ് തന്നെ L/6 ദൂരം മുകളിലോട്ട് കയറ്റിയാൽ മതി അല്ലേ? അപ്പം ഹൈറ്റ് ആക്ച്വലി ട്രാവൽഡ് അല്ലെങ്കിൽ ചേഞ്ച് ഈസ് വാട്ട്? L/6. ജിൻ്റെ വാല്യൂ 10. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെയിറ്റ് എത്രയാണ്? മൊത്തം ചെയിൻ്റെ ലെങ്ത്ത് m ആണ്. മൊത്തം ചെയിൻ്റെ മാസ് m ആണ്. L/3 ആണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് എത്ര ആയിരിക്കൂടാ? m/3. കഴിഞ്ഞില്ലേ? m/3. ഇത് സപ്ലൈ ചെയ്യുന്നു. യുവർ ആൻസർ ഇസ് വാട്ട്? m/3 into g into L/6. Your answer is mg L/18. ഇത്രയേ ഉള്ളൂ. 10 അല്ല, ജിന്ന് സപ്ലൈ ചെയ്താൽ മതി. mgl ടേംസിലുള്ള. ഓക്കെ, ഇതിന് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് സിംപ്ലി mgl ഡിവൈഡ് ബൈ 2n² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. എത്ര പാർട്ടാണ് പുറത്ത് കിടക്കുന്നത് അതിനനുസരിച്ച് mgl ഡിവൈഡ് ബൈ 2n² എന്നുള്ള ഇക്വേഷനും ഉണ്ട്. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. A particle of mass m moving towards east with speed v collides with another particle of the same mass and same speed v moving towards north. If the two particles stick to each other, the new particle of mass 2m will have a speed of.
ഒന്ന് ഈസ്റ്റിലും മറ്റേ നോർത്തിലും ആയിരുന്നു അല്ലേ, രണ്ടും രണ്ട് ആക്സിസിലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ രണ്ട് ആക്സിസിൽ മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻറ്റം ആഫ്റ്റർ ഇക്വേറ്റ് ചെയ്യുക, രണ്ട് ആക്സിൽ ഒരു എക്സ് ആക്സിൽ ഇക്വേറ്റ് ചെയ്യുക, വൈ ആക്സിൽ ഇക്വേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ സാധനം. എന്നിട്ട് റിസൾട്ടിന് കണ്ടുപിടിക്കുക. ഇവിടെ എൻ സ്റ്റാൻഡ്സ് ഫോർ ദ റേഷ്യോ ഓഫ് ദി പാർട്ട് ദാറ്റ് ഇസ് തൂങ്ങലിങ്, L/3 ഇസ് അല്ലേ ഹാങ്ങിങ് ആണ്, ഇപ്പോൾ 3 ആണ് N, L/4 ഇസ് ഹാങ്ങിങ് ആണെങ്കിൽ 4 ആണ് N. ഓക്കെ, ചെയ്തേ. ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു എം മാസ് ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു എം മാസ് നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടാളും എന്താ പറയുക കൂട്ടിമുട്ടിച്ച് അവർ 2m മാസമായിട്ട് എങ്ങനെയോ പോവുകയാണ്. ആ ഡയറക്ഷൻ നമുക്കറിയാം, എങ്ങനെയോ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൊമെൻറ്റം ഇനീഷ്യൽ ഇൻ ദ വൈ ആക്സിസ് ഇസ് മൊമെൻറ്റം ആഫ്റ്റർ ഇൻ ദി എക്സ് ആക്സിസ്, അല്ല മൊമെൻറ്റം ഇനീഷ്യൽ ഇൻ ദി എക്സ് ആക്സിസ് മൊമെൻറ്റം ആഫ്റ്റർ ഇൻ ദി എക്സ് ആക്സിസ്, മൊമെൻറ്റം ഇനീഷ്യൽ ഇൻ ദ വൈ ആക്സിസ് മൊമെൻറ്റം ആഫ്റ്റർ ഇൻ ദി വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിലും വെലോസിറ്റി കിട്ടും. രണ്ട് ആക്സിലും വെലോസിറ്റി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിസൾട്ടൻ കണ്ടുപിടിക്കുന്നു ആ വെലോസിറ്റിയിൽ നിന്ന്. ഓക്കെ, അവിടെ തെർമോഡൈനാമിക്സ് ഒക്കെ സമയം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ 7-ാം തീയതി 6-ാം തീയതി ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏതൊക്കെ ക്ലാസ് മൂവ് ചെയ്തു, എന്തൊക്കെ ഒഴിവുള്ള, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഓക്കെ, ഏത് ചാപ്റ്റർ, ഫിസിക്സിൽ ഏത് ചാപ്റ്റർ എടുക്കാൻ റെഡിയാണ്. ഇത് പറയും ഇത് ചെയ് ഇതാ ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ എഴുതുന്നു, എക്സ് ആക്സിസ്. ഓക്കെ, ഇനീഷ്യലി എന്താണുള്ളത് അല്ലേ, ഒരു ബോഡി മാത്രമല്ലേ. ഇനീഷ്യലി എക്സ് ആക്സിൽ ഒരു എം മാസ് വി വെലോസിറ്റിയിൽ പോകുന്നുണ്ട് അല്ലേ, മറ്റേ എം മാസ് വൈ ആക്സിൽ വി വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഫ്റ്റർ കൂട്ടിമുട്ടലിങ് 2m മാസമായി, അവൻ്റെ എക്സ് ആക്സിസ് എന്തൊന്നും അറിയില്ല, വൈ ആക്സിസ് എന്താണെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് മാത്രം എടുക്കുന്നു. എക്സ് ആക്സിസ് മാത്രം എടുക്കുമ്പോൾ മൊമെൻറ്റം ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, ആകെ ഒരു മാസും അതിൻ്റെ വെലോസിറ്റിയും mv മാത്രമേ ഉള്ളൂ. മൊമെൻറ്റം ഫൈനൽ എന്തുവാ, മൊമെൻറ്റം ഫൈനൽ 2m മാസാണ്, അതിൻ്റെ വെലോസിറ്റി നമുക്ക് അറിയില്ല, vx എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് സാധനം ഈക്വൽ ആയേ പറ്റൂ. അപ്പോൾ ഞാൻ എഴുതുന്നു mv = 2mvx. വെട്ടിപ്പോയി v/2 ആണെന്ത്, vx കിട്ടി. ഓക്കെ, സെക്കൻഡ് മാസിൻ്റെ ആഫ്റ്റർ കൊലീഷൻ എക്സ് ആക്സിൽ വെലോസിറ്റി v/2 ആണ്. സിമിലർലി വൈ ആക്സിസിലും മൊമെൻറ്റം ഇനീഷ്യൽ എന്തുവാടാ, മൊമെൻറ്റം ഇനീഷ്യൽ = mv, മൊമെൻറ്റം ഫൈനൽ എന്തുവാ 2mvy. സപ്ലൈ ചെയ്യുന്നു mv = 2mvy. m വെട്ടി vy എന്ന് പറഞ്ഞാൽ എന്താ, v/2, ഇതാണ് vy. ഇനി എങ്ങനെ നെറ്റ് വെലോസിറ്റി ആണ്, നെറ്റ് വെലോസിറ്റി v = √vx² + vy² + 2xvy cos 90 അല്ലേ. vxും xും y തമ്മിലുള്ള ആംഗിൾ 90 ആണ്. cos 90 എന്താ, 0. അപ്പോൾ ഈ ടേം ഇല്ല. √vx² + vy² ആണ് അല്ലേ. പെർഫെക്റ്റ് ഡയറക്റ്റ് നമുക്കറിയാം, അറിയാത്തൊരു സംശയത്തിന് വേണ്ടി എഴുതിയതാണത്. ഓക്കെ, ഇനി സംശയം ചെയ്യുന്നു v = √v/2 the whole square plus v/2 the whole square, that is equal to √v/4 v²/4 plus v²/4, that is equal to √v²/2, that is equal to v/√2. this is the answer. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷനും ഇല്ല, രണ്ട് ആക്സാണ്, എത്രയേ ഉള്ളൂ സാധനം. ഈ പാഠത്തിൽ ഒന്നുമില്ല, മനസ്സിലായോ. ബേസിക്കലി ഡ്രൈ പാടാണിത്. ഓക്കെ അല്ലേടാ, പ്രത്യേകിച്ച് അറബിയും കന്നഡ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, സിമ്പിൾ സാധനം അല്ലേടാ. ഓക്കെ അല്ലേടാ അല്ലേ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നല്ല ക്വസ്റ്റ്യൻ വരുന്നത്, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വേഗം ചെയ്തേ. Two springs of spring constants 1500 Nm and 3000 Nm respectively are stretched with the same force, then they will have the potential energy in the ratio എന്നുള്ളതാണ് ചോദ്യം. സെയിം ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ വലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇതിൻ്റെ റേഷ്യോ എന്തെന്നുള്ളതാണ് ചോദ്യം.
അവിടെ ഇപ്പോൾ എനിക്ക് ഷെഡ്യൂൾ 4-ാം തീയതി വരെ ഉണ്ട്. 6-ാം തീയതി ഞാൻ പോകുന്നത്. 5-ാം തീയതിക്ക് ചെറിയൊരു എന്താ പറയുക അതിൻ്റെ ചെറിയ പ്രശ്നം കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രീംലി സോറി. 10 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ചെയ് ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. അല്ലേ, യു എന്ന് പറഞ്ഞാൽ എന്താ, ½ എന്നാണ് അല്ലേ. u1 = ½ എന്നാണ്. ഓക്കെ, അല്ലെ യു എന്ന് പറഞ്ഞാൽ ½ എന്നാണ്. ഇതിലെങ്ങനെയെങ്കിൽ ഫോഴ്സിനെ ഞാൻ കൊണ്ടുവരും. എന്നാൽ നമുക്ക് റേഷ്യൽ ഫോഴ്സ് വെട്ടാൻ പറ്റുള്ളൂ, എന്നാലും സെയിം ഫോഴ്സ് വരുള്ളൂ. അപ്പോൾ ഫോഴ്സ് വരെ ഞാൻ എന്ത് ചെയ്യുന്നു, മേലെ k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അടിയിലും k വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മേലെ എന്തായി, ½ എന്നായി. ഈ x² എന്ന് പറഞ്ഞാൽ എന്താ, (4² ആണ്. സോ ബേസിക്കലി പൊട്ടൻഷ്യൽ = f²/2k എന്നാണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. u1 = f²/2 × 1500, u2 = f²/2 × 3000. ഈ രണ്ട് മച്ചന്മാരെ ഡിവൈഡ് ചെയ്യുന്നു. വെട്ടിപ്പോച്ച് ഇവൻ 2 വട്ടം വെട്ടിപ്പോയി, ഇപ്പം മേലോട്ട് കയറി. സോ u1/u2 is 2:1. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, യുവർ ആൻസർ ഈസ് 2:1. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അവിടെ ഫോഴ്സ് സെയിം ആണ്. ഇങ്ങനത്തെ ഒരു സാധനം സെയിം ഫോഴ്സ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ക്വസ്റ്റ്യൻ റേഷ്യോ ചോദിച്ച് എന്തെങ്കിലും സെയിം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ സെയിം പറഞ്ഞ സാധനം എന്തായാലും നിങ്ങൾ ഇക്വേഷൻ വരണം. രണ്ടിൻ്റെ ഇക്വേഷൻ, എന്നാൽ ആ സാധനം നിങ്ങൾക്ക് വെട്ടി പോകാൻ പറ്റുള്ളൂ. ആ ഇക്വേഷൻ വരുന്നവരെ നിങ്ങൾ ആ ഇക്വേഷനെ മാറ്റണം. നമുക്കറിയാം u = ½ ആണ്. ഇതിലെങ്ങനെ ഫോഴ്സിനെ കൊണ്ടുവരും, എനിക്ക് ഫോഴ്സിനെ വെട്ടണം. അപ്പോൾ ഫോഴ്സിനെ കൊണ്ടുവന്നേ പറ്റൂ. സ്പ്രിംഗ് ഫോഴ്സ് kx ആണ്, kx² ആണ്. അപ്പോൾ kx²നെ k² x² f² ആണ് സപ്ലൈ. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കും k ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബുദ്ധി പോകണ്ടേ. ഓക്കെ, എടാ നാളത്തെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ലൈവ് മാറ്റി മറ്റന്നാളത്തേക്കാണ് കേട്ടോ. നാളെ നൈറ്റ് ആഷിഖാൻ്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കടാ, ചെയ്തേ. എ ബോഡി ഓഫ് മാസ് 2 kg collides with the wall of speed 100 m/s, rebounds with the same speed. If the time of the contact is 1/50 seconds, the force exerted on the wall is. The second laws of motion ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്തേ. ഒരു 2 kg മാസ് ഉണ്ട്, അതൊരു വോളിൽ ഇടിച്ചു, 100 m/s പോയി, അതിലിടിച്ചും തിരിച്ചു വന്നതും 100 m/s. 100 m/s. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എത്രയാണ് കുട്ടാപ്പി എന്നതാണ് ചോദ്യം. അപ്പോൾ ഫോഴ്സ് എന്ന് കേട്ട പാടെ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ F = dp/dt ആണ്. dp മീൻസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റ് ഇസ് ഓൾവേസ് മൊമെൻറ്റം ഫൈനൽ മൈനസ് മൊമെൻറ്റം ഇനീഷ്യൽ ഡിവൈഡ് ബൈ dt. മൊമെൻറ്റം ഫൈനൽ എന്തുവാ അല്ലേ, മൊമെൻറ്റം ഫൈനൽ എന്തുവാ സെയിം അല്ലേ, സൈൻ മാത്രമേ മാറുന്നുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ ഞാൻ ഇങ്ങോട്ട് പോസിറ്റീവ് എടുക്കുന്നു, ഇങ്ങോട്ട് ഞാൻ നെഗറ്റീവ്, നിങ്ങൾക്ക് നേരെ തിരിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ മൊമെൻറ്റം ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, 2 × -100 അല്ലേ, അതാണ് മൊമെൻറ്റം ഫൈനൽ. മൈനസ് ഓഫ് 2 × +100 ഡിവൈഡ് ബൈ ദ ടൈം എത്രയാണ്, 1/50 സെക്കൻഡ്. 1/50. സോ ന്യൂമറേറ്ററിൽ എന്തുവാ, -200 divided by 1/50, that is -400 × 50. denominator ന്യൂമറിലോട്ട് പോകും, into 50. So 5 × 4 is 20. So മൊത്തം എത്ര സീറോസ് ഉണ്ട്, 4 zeros ആയി, 10⁻⁴. യുവർ ആൻസർ ഈസ് -2.4 Newton. ഈ മൈനസ് സൈൻ എന്താ കാണിക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് കേട്ടോ ഫോഴ്സ്, അല്ലെ മൈനസ് സൈൻ കണ്ടോ, ഈ ഡയറക്ഷനാണ് കേട്ടോ ഫോഴ്സ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. യുവർ ആൻസർ ഈസ് 2 × 10⁻⁴. ഓക്കെ, ഒന്നുകൂടി പറയാം.
നോക്ക് ഒരു ബോഡി ഇങ്ങോട്ട് പോവുകയാണ്. എൻ്റെ സൈൻ കൺവെൻഷൻ ഇങ്ങോട്ടുള്ളതിനൊക്കെ ഞാൻ പോസിറ്റീവ് വിളിക്കും, ഇങ്ങോട്ടുള്ളതിനൊക്കെ ഞാൻ നെഗറ്റീവ് വിളിക്കും. ഇവിടെയാണ് ബോൾ ഉള്ളത്. ഇതൊരു 2 kg മാസ്സാണ്. ഓക്കെ, ഇതൊരു 100 m/s പോകുന്നത്. മൊമെൻറ്റം ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ 2 × 100 അല്ലെ, +100 അല്ലെ, സൈൻ അങ്ങോട്ടാണ് +100. ഇനി മൊമെൻറ്റം ഫൈനൽ ഇടിച്ചു കഴിഞ്ഞ് തിരിച്ച് അതേ സ്പീഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡയറക്ഷൻ മാറി അല്ലേ, റീബൗണ്ട് ആണ്, ഡയറക്ഷൻ മാറി. അപ്പം മൊമെൻറ്റം ഫൈൻ എന്താ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സൈൻ മാറി, മൈനസ് ആണ്, -100. സോ ഇവിടെ +200 -200 ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫോഴ്സ് ഇസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ദ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ സാധനം മൈനസ് ഇനീഷ്യൽ സാധനം, -200 -200 ഡിവൈഡ് ബൈ 1/50. സോ ഇറ്റ് ഈസ് ബേസിക്കലി -400 ഡിവൈഡ് ബൈ 1/50. ഇപ്പോൾ മേലോട്ട് കയറി മാത്തമാറ്റിക്സ് ചെയ്തു. 2 × 10⁴ is the answer. ഓക്കെ, your answer is 2 × 10⁴. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ, അതാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. A body falls on a surface of coefficient of restitution 0.6 from a height of 1 meter. Then the body rebounds to a height of എന്നാണ് ചോദ്യം. ആടാ ഒന്നും സീനില്ല. ഓക്കെ, ചേച്ചി ഈ ക്വസ്റ്റ്യൻ ചെയ്തേടാ. അല്ലേ, ഒരു വട്ട കൊല്യൂഷൻ നടന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആൻസർ എന്തുവാ, എത്ര ഹൈറ്റ് പൊന്തി അല്ലേ, ആൻസർ എന്തുവാ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തുവാടാ. നമ്മുടെ ഇക്വേഷൻ കൊടുക്ക്, hn = e⁻²n divided by 1. ചെയ് എടാ ചെയ് ബോഡി ഫോൾസ് സാധനം വാല്യൂ കൊടുത്ത് ചെയ്. എടാ എല്ലാവരും ഉറങ്ങിയോ, അതെന്താണ് എല്ലാവരും ഒന്നും പറയാത്തേ. അവിടെ ചെയ്യേണ്ടതിൽ എന്താ ചെയ്യാനുള്ളേ, ഒരു വട്ടം കൊളൈഡ് ചെയ്തു. എന്നിൻ്റെ പവർ എന്തുവാ 1. e⁻n is equal to 0.6⁻² × 1. 0.6 × 0.6. യുവർ ആൻസർ 0.36. ഓ, ഓപ്ഷൻ ലെൻറ്റാണോ, ഡി ഓപ്ഷൻ വന്ന 0.36. ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ, എനിക്കൊരു ഡൗട്ട്. ഞാൻ ആകാശം റിപ്പീറ്റ് ചെയ്യുന്നത് കുറേയൊക്കെ ഔട്ട് ഓഫ് NCERT ഫിസിക്സ് പ്രോബ്ലം ഓരോന്നൊക്കെ കാണുമ്പോൾ കിളി പോവും. എടാ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ഞാൻ പറയാം ലെവൽ 1 ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുക. ലെവൽ 1 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം V തന്നിട്ടുണ്ടാവും, U തന്നിട്ടുണ്ടാവും, A തന്നിട്ടുണ്ടാവും, V = U + AT ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിരിക്കും. ഇങ്ങനത്തെ ഒരു 10-50 ക്വസ്റ്റ്യൻ ചെയ്യുക. സിമ്പിൾ സാധനം തന്നിട്ടുണ്ടാവും, സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടും. എന്നിട്ട് ലെവൽ 2 ചെയ്യാം. ലെവൽ 2 ചെയ്യുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ഹൈ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചടക്കില്ല, നിങ്ങൾക്ക് കുറേ ഉത്തരം കിട്ടില്ല. പക്ഷേ നിങ്ങളിങ്ങനെ കാര്യങ്ങൾ നോളജ് ഗെയിൻ ചെയ്ത് ഈ ലെവൽ 2 ആകുമ്പോൾ തന്നെ ലെവൽ 2 ക്ലിയർ ആയി തന്നെ ഓൾമോസ്റ്റ് നമുക്ക് പറയാം നിങ്ങൾ നീറ്റിൽ ഒരു 45-ൽ ഒരു 35 സാധനം ക്രോസ് ചെയ്യാൻ നോളജ് നിങ്ങൾക്കായി. പിന്നെ ലെവൽ 3 ചെയ്യുന്നവരും നിങ്ങൾ ഈ കോൺഫിഡൻസ് അല്ല നേരത്തെ പറഞ്ഞ അഹങ്കാരം എന്നുള്ള സാധനത്തിലോട്ട് എത്തിക്കുക. അത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി 0.36 ആണ് ഉത്തരം. ഓക്കെ, സിമ്പിൾ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതാ നല്ലൊരു ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്തേ, ഒന്ന് ചെയ്തേടാ. എ batsman hits a sixer and the ball touches the ground outside the cricket ground. Which of the following graphs describe which of the following graph describe the variation of the cricket ball's vertical velocity with time t1 as it hits the bat and time t2 when it touches the ground. Okay, ചെയ്തേടാ ചെയ്തേ ചെയ് എടാ ഹായ് ചെയ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ബാറ്റ്സ്മാൻ്റെ ബോൾ പറത്താണ്. അപ്പം ബോൾ ഇടിക്കുന്ന ആ സമയമാണ് T1 സമയം. ആ ബോൾ പോയി പൊന്തി താഴത്ത് ഗ്രൗണ്ടിൽ നിന്ന് ഹിറ്റ് ചെയ്ത് ആ ഗ്രൗണ്ടിൽ നിന്ന് ഹിറ്റ് ചെയ്യുന്ന ടൈമാണ് T2.
അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരിക? ലോജിക്കലി ഉപയോഗിക്കുക. ഓരോ ഗ്രാഫ് നോക്ക് അല്ലേ? നമുക്കറിയാം വെലോസിറ്റി ഇടിച്ച് കഴിയുമ്പോൾ ഇനീഷ്യലി ഒരു വെലോസിറ്റിയിലാവും ബോൾ ഉണ്ടാവുക അല്ലേ? നമ്മൾ ഇടിക്കുന്ന സമയത്ത് മാക്സിമം വെലോസിറ്റി നമ്മളതിന് കൊടുത്തു അല്ലേ? മാക്സിമം വെലോസിറ്റി പോയി ഒരു സൈഡ് 100 വെലോസിറ്റി എടുത്തു. 100 മേലെ പൊന്തി കുറഞ്ഞ് 0 ആയി. പിന്നെ നെഗറ്റീവ് അല്ലേ? ഇത് നമ്മൾ ലെറ്റ്സ് സേ മേലോട്ട് പോസിറ്റീവ് എടുത്ത് പിന്നെ അടിയിലോട്ട് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പം -1 -10 അല്ലേ -40 -100 എന്ന് പറഞ്ഞാൽ അതേ സെയിം പോയിന്റിലെത്തും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഗ്രാഫ് ഏത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഗ്രാഫ് സൂം ചെയ്യാം. ഫസ്റ്റത്തെ ഗ്രാഫ് നോക്കിക്കേ. ഫസ്റ്റത്തെ ഗ്രാഫ് എന്താ പറയുന്നത്? വെലോസിറ്റി 0-ൽ നിന്ന് തുടങ്ങും. അടിക്കുന്ന T1 സമയത്ത് നമ്മൾ അടിക്കുകയാണ്. ഓക്കെ, അടിക്കുന്ന സമയത്ത് നമ്മൾ 0 വെലോസിറ്റി ആണ് കൊടുക്കുന്നത് ഇല്ലല്ലോ, മാക്സിമം വെലോസിറ്റി അല്ലേ? ആ സമയത്ത് തന്നെ വെലോസിറ്റി ഹൈ ആയിരിക്കണം. പിന്നെ നോക്കിക്കേ, അത് പോയി കൂടി വരികയാണ്. വെലോസിറ്റി കൂടിയാണ് ടൈം പോകുമ്പോൾ സംഭവിക്കുക അല്ല, കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫ് തെറ്റ്. അടുത്ത ഗ്രാഫ് ഓക്കെ, ഇനീഷ്യൽ പോയിന്റ് ശരി, T1 സമയത്ത് ഒരു ഹയർ വാല്യൂ ആയിരുന്നു, അത് കുറഞ്ഞ് 0 ആയി. ഓക്കെ ഗുഡ്. പക്ഷേ പിന്നെ നോക്കിക്കേ, അത് പിന്നെയും പോസിറ്റീവ് ആവുമെന്നാണ് കാണിക്കുന്നത്. തെറ്റ് അല്ലേ? സൈൻ മാറണ്ടേ? അതും തെറ്റ്. ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അല്ലേ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരുന്നു. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എങ്ങനെയാണ് മേലെ പോകുന്നതോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞല്ലേ വരുന്നത്? തെറ്റ്. ഓപ്ഷൻ സി നോക്കിക്കേ, ഒരു ഹയർ പോയിന്റ് തുടങ്ങി കുറഞ്ഞ് 0 ആയി. പിന്നെ അത് നെഗറ്റീവ് കൂടി സെയിം ഏകദേശം സെയിം വാല്യൂ ആയി. സോ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ സി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലോജിക്കലി ഉപയോഗിക്കുക, അത് ഗ്രാഫ് ആക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ചെയ്തേടാ. A metal ball falls from a height of 32 meters on a steel plate. If the coefficient of restitution is 0.5, to what height will the ball rise after the second bounce? After second collision, direct equation substitution. വേഗം equation substitution ഉത്തരം കണ്ടുപിടിച്ചേടാ, വേഗം കണ്ടുപിടിച്ചേ. Come on. അല്ലേ? അപ്പം HN is equal to e raised to 2n into h. ഈ എത്രയാ? 0.5 എന്ന് വെച്ചാൽ 1/2 raised to 2 raised to എത്ര കൊലീഷൻ കഴിഞ്ഞിട്ട് 2 കൊലീഷൻ ഇൻറ്റു 2. ഇനീഷ്യൽ h എത്രയാ? 32. സോ ഇറ്റ് ഇസ് 1/2 raised to 4 ഇൻറ്റു 32. 1/2 raised to 4 എത്രയാ? 2 into 2 എത്രയാ? 1/16 അല്ലേ? 32/16 വെട്ടിപ്പോച്ച് 2 തവണ. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. ചെയ്തേ വെറുതെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തേ. എടാ, വർക്ക് എനർജി പവറിൽ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുകയുണ്ടെങ്കിൽ അത് ലോസ് ഓഫ് മോഷൻ 2-3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലോ ആലോചിക്കാനുള്ള ഘടകം തരുന്നത് ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാടാണെന്നുള്ളത്. എ ബോൾ ഓഫ് മാസ് 10 kg is moving with a velocity of 10 meters per second. It strikes another ball of mass 5 kg which is moving in the same direction with a velocity of 4 meters per second. If the collision is elastic, the velocity of the collision will be v1 v2. ഇക്വേഷൻ കൊടുക്കുക, ഡയറക്റ്റ് സാധനം ചെയ്യുക. എല്ലാവരും ചെയ്തേടാ. എടാ, നാളെ എക്സാം ഉള്ളവരൊക്കെ പോയി പഠിച്ചോട്ടോ. അങ്ങനത്തെ ഒരു സാധനം ഒന്നുമില്ല. നിങ്ങളെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പോവുക. അതിപ്പോൾ ആര് ഞാൻ ഇന്നലെ പറഞ്ഞ വാൾട്ടർ ലൂയി എന്ന ക്ലാസ് എടുക്കുകയാണെങ്കിലും നിങ്ങളെ പ്ലാനിനനുസരിച്ച് പോവുക. ഓക്കെ, എ ബോൾ ഓഫ് മാസ് 10 kg is moving with a velocity of 10 meters per second അല്ലേ? u1 ഓരോ സാധനം എഴുതുക. m1 എന്ത് അല്ലെ? ഇലാസ്റ്റിക് കൊലിഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. m1 10, u1 10, m2 5, u2 4 ഇക്വേഷൻ കൊടുക്കുക. ഇനി v1 എന്തുവാ? v1 is equal to m1 minus m2 into u1 divided by m1 plus m2 plus 2m2 u2 divided by m1 plus m2. അതേപോലെ സാധനം കൊടുക്കുന്നു. m1 minus m2 എന്ന് പറയുന്നത് 10 minus 5 which is 5. u1 എത്രയാ? 10.
divided by m1 plus m2 എന്ന് പറഞ്ഞാൽ എത്രയാ 15 plus 2m2 എത്രയാ 2 into 5 10 into u2 40 divided by m1 plus m2 എത്രയാ 15 so it is 50 plus 40 whole divided by 15 that is 90 by 15 that is equal to 6 meter per second. അപ്പോൾ v1 എന്ന് പറഞ്ഞാൽ 6 അങ്ങനത്തെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കുക, വെറുതെ രണ്ടാമത്തെ ചെയ്യണമെന്നില്ല. രണ്ടാമത്തെ ചെയ്ത് എന്തായാലും 12 കിട്ടും. v1 എന്നുള്ള 6 ഒറ്റ ഒന്നല്ല, രണ്ടാമത്തെ ചെയ്യേണ്ട നിൽക്കേണ്ട. അതാണ് നീറ്റ് കുട്ടി ചെയ്യുക. പക്ഷേ +2 കുട്ടി വീണ്ടും ചെയ്യും. അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത, അഹങ്കാരമില്ലാത്ത, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടി വെറുതെ v2 ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യും. അങ്ങനത്തെ കുട്ടി ചെയ്യാം. v2 is equal to m2 minus m1 into u2 divided by m1 plus m2 plus 2m1 u1 divided by m1 plus m2. m2 minus m1 എന്ന് പറഞ്ഞാൽ എത്രയാ -5 into u2 എന്ന് പറഞ്ഞാൽ എത്രയാ -20 divided by total mass 15 plus 2m1 u1 in the 2 into 10 20 into 5 100 divided by 15 100 അല്ലേ 2 into m1 എത്രയാ 20 into 10 200 sorry 200 okay so 200 minus 20 is 180 by 15 it is basically 12 so your answer is 12 meter per second okay everything's on the board okay lada ni adutha question nokam ayyo വേഗം ചെയ്തടാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ 12:10 ആകുമ്പോൾ നമുക്ക് തീർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ എ കോഡ് ഈസ് യൂസ് ടു ലോവർ വെർട്ടിക്കലി എ ബ്ലോക്ക് ഓഫ് മാസ് m a distance d at a constant downward action of g/4 then the work done by the code on the block is ചെയ്തടാ. അതൊക്കെ ഒന്ന് ചെയ്തേ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എല്ലാത്തിൻ്റെ തല ഞാൻ പൊളിക്കും. ഇതൊക്കെ ഒന്ന് ചെയ്തേ. നല്ല ലോസ് ഓഫ് മോഷൻ പാടൊക്കെ അത്രയും നല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കിട്ടില്ല, എല്ലാത്തിനും അടിക്കും. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ എ കോഡ് ഈസ് യൂസ് ടു ലോവർ വെർട്ടിക്കലി എ ബ്ലോക്ക് ഓഫ് മാസ് m എ ഡിസ്റ്റൻസ് d at a constant downward action of g/4 then the work done by the code on the block is ചെയ്ത് എല്ലാവരും ഉഷാറാക്കെ നല്ല ക്വസ്റ്റ്യനൊക്കെ വന്നല്ലോ. ചെയ്തേ വേഗം ചെയ്യും. നല്ല ക്വസ്റ്റ്യൻ ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യനും 4-5 ക്വസ്റ്റ്യനുള്ളൂ. നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തേ. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു കോഡുണ്ട് അല്ലേ, ഒരു കോഡുണ്ട്. ആ കോഡിൻ്റെ അറ്റത്ത് ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൻ്റെ മാസ് m ആണ്. ഓക്കെ, അതൊരു d ദൂരം ഞാൻ താത്തി, ദൂരം താത്തി. ഓക്കെ, d ദൂരം താത്തി, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഉണ്ട്, ഞാൻ അതിനെ താത്തി. g/4 ആക്സലേഷൻ ആണ് താത്തിയത്. അങ്ങനെയാണ് ഞാൻ ചെയ്ത വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ചെയ്തേടാ. എല്ലാവർക്കും ഞാൻ 1 മിനിറ്റ് സമയം തരാം. എല്ലാവരും ചെയ്തേടാ. കമോൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കമോൺ എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. ഞാനിപ്പോഴാണ് മൂടെ. നല്ലൊരു ക്വസ്റ്റ്യൻ വന്നു. ചെയ്ത് അല്ലേ. നോക്ക്, ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അടിയിലോട്ട് mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, മുകളിലോട്ട് ടെൻഷൻ T. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്, ടെൻഷൻ T. നെറ്റ് മോഷൻ അടിയിലോട്ടാണ് അല്ലേ, അപ്പോൾ T മൈനസ് mg ഈസ് ഇക്വൽ ടു mg/4 അല്ലെങ്കിൽ T മൈനസ് mg അല്ല, ഗ്രേറ്റർ ഫോഴ്സ് ആരെ mg അല്ലേ. അല്ലടാ, അടിയിലോട്ടാണ് മോഷൻ, g/4 അടിയിലോട്ടാണ്. സോ അടിയത്തെ ഫോഴ്സ് ഇസ് ഗ്രേറ്റർ. സോ mg minus T is equal to mg/4. So what is T? T is equal to mg minus mg/4, that is equal to 3mg/4. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 3mg/4 മുകളിലോട്ടാണ് അല്ലേ. ഞാൻ കൊടുക്കുന്നത് 3mg/4 മുകളിലോട്ടാണ്. ബോഡി ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ട് അടിയിലോട്ട് d ആണ് അല്ലേ. സോ ദ വർക്ക് ഡൺ ബൈ മീ ഈസ് 3mg/4 into d. What is the angle between the force and displacement? 180 degree. Cos 180 is what? -1. So what is the answer? minus 3mgd divided by 4. കണ്ടാ, ആൻസർ ഇസ് മൈനസ്. എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്.
ഇവിടെ മനസ്സിലായോ? ഈ സാധനം മനസ്സിലായോ? ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മനസ്സിലായോ അല്ലേ? ഞാൻ ഒരു ഇതാണ് കോഡ്. ഈ കോഡിൻ്റെ അടുത്തൊരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെ മെല്ലെ മെല്ലെ ഇങ്ങനെ താത്താന്നല്ല, ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ താത്ത, ഞാൻ വിടുകയല്ല, മെല്ലെ മെല്ലെ താത്തുകയാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ശരിക്കും എന്താ? ഈ കയറിലെ ടെൻഷനാണ്. അതാണ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്. ടെൻഷൻ മുകളിലോട്ട്, ബ്ലോക്കിന് അടിയിലോട്ട് mg, നെറ്റ് മോഷൻ അടിയിലോട്ട് g/4. സോ mg ഈസ് ഗ്രേറ്റർ. സോ mg - t = mg/4. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ 3mg/4 ആണ്. അടിയിലോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, മുകളിലോട്ടാണ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്. രണ്ടെണ്ണം തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി. സോ ആൻസർ ഇസ് -3mgd/4. ഓപ്ഷൻ ഡി. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. 300 joules of work is done in sliding a 2 kg block up an inclined plane of height 10 meter. Taking g is equal to 10 meter per second square. The work done against the friction is. നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഫ്രിക്ഷന് എതിരെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചെയ്തേ. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്. ആ ഇൻക്ലൈൻ പ്ലെയിൻ്റെ ഹൈറ്റാണ് 10 മീറ്റർ. ഇതാണ് 10 മീറ്റർ, അല്ലാണ്ട് ഈ ദൂരം അല്ല. ഈ ദൂരം 10 മീറ്ററാണ്, ഹൈറ്റ് 10 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷനെതിരെ ചെയ്ത വർക്ക് എത്ര? 300 ജൂൾസാണ് മൊത്തത്തിൽ എടുക്കുന്നത്. അങ്ങനെ ഫ്രിക്ഷന് ചെയ്ത വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. ചെയ്തേടാ, എല്ലാവരും ചെയ്തേ. നല്ല ക്വസ്റ്റ്യൻ. ഒരു 2 kg ബ്ലോക്കിനെ നമ്മൾ തള്ളി മുകളിലോട്ട് എത്തിക്കുകയാണ്. ഓക്കെ, 10 മീറ്റർ ഹൈറ്റിലോട്ട് എത്തിക്കുകയാണ്. അങ്ങനെ ഫ്രിക്ഷനെതിരെ നമ്മൾ ചെയ്ത വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ചെയ്തേടാ, എല്ലാവരും ചെയ്തേ. കമോൺ ചെയ്തേ. ചെയ്. അല്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താ? നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തീറ്റ എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് എത്ര ദൂരമായിരുന്നു അല്ലേ? അടിയിലോട്ട് mg sin തീറ്റയാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എത്ര ആവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നടാ? നമുക്ക് എന്ത് ചെയ്യുന്ന ഡയറക്റ്റ് സാധനം കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഈ ആംഗിളോ അല്ലെങ്കിൽ ഈ ലെങ്ത്തോ തന്നിട്ടില്ല. ആകെ തന്ന ഈ ലെങ്ത്താണ്. മൊത്തം വർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ മൊത്തം വർക്ക് എന്തിനൊക്കെ ഉപയോഗപ്പെടുന്നു? ഒന്ന് ഈ ഹൈറ്റിലോട്ട് എത്തിക്കാൻ അല്ലേ? ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ഒന്ന്. രണ്ടാമത് എന്തായിട്ട് പോയിട്ടുണ്ടാകും? ഫ്രിക്ഷൻ തിന്നിട്ടുണ്ടാകും അല്ലേ? വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ ആയിരിക്കും. സോ ദിസ് 300 മൈനസ് ദി ബോഡിയുള്ള പൊട്ടൻഷ്യൽ എനർജി, ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്താ? -mgh വിൽ ബി ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ mgh എത്രയാടാ? mgh എത്രയാ? m2 10 ആണ് ഹൈറ്റ്, g 10 ആണ്. അപ്പോൾ 2 × 10 × 10 200 അല്ലേ? അപ്പോൾ 300 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ജൂൾസ് ആണ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ തിന്ന വർക്ക് 100 ജൂൾസ് ആണ്. മനസ്സിലായോ? അതാണ് ലോജിക്. വീണ്ടും പറയാം. നമുക്ക് ഒരു ബോഡി ഇങ്ങനെ തന്നിട്ടുണ്ട്, ഒരു മാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു മാസ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദൂരം കിട്ടണം ശരിക്കും. ഫ്രിക്ഷൻ അല്ലേ? ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതാണ് വർക്ക് ഡൺ ഫോർ ഫ്രിക്ഷൻ. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് അല്ലേ? പക്ഷേ ഇത് നമുക്ക് തന്നിട്ടില്ല, ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിട്ടുള്ള എന്താ? ഇത് 10 മീറ്ററാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലെങ്ത്ത് കണ്ട് അതും തന്നിട്ടില്ല. ഒന്നും ആകെ 10 മീറ്ററിന് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് തന്നെന്താ? മൊത്തം വർക്ക് 300 ജൂൾസാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പറയുന്നു, ഈ 300 ജൂൾസ് 2 ഇതായിട്ട് മാറിയിട്ടുണ്ടാവും. ഒന്ന്, ഈ ബോഡി ചെറിയ ഹൈറ്റിൽ നിന്ന് വലിയ ഹൈറ്റിലോട്ട് എത്തി. സോ അത് mgh ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ബാക്കി മൊത്തം വർക്കും ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ചെയ്ത വർക്കായിരിക്കും. സോ നമുക്ക് ഇതാണ് വേണ്ടത്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. സോ 300 മൈനസ് മാസ് 2 g 10 ഹൈറ്റ് 10. സോ 300 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ആണ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ. ഓക്കെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്തേടാ, എല്ലാവരും ചെയ്തേ. A block of mass m is stationary with respect to a wedge of mass m moving with a uniform speed v on a horizontal surface. Find the work done by the frictional force on the block in t seconds. കണ്ടുപിടിച്ചേടാ, കമോൺ കണ്ടുപിടിച്ചേ.
കണ്ടുപിടി. കണ്ടുപിടി. ആലോചിക്ക്, ആ ബോഡിയിൽ അടിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തുവാടാ? mg sin തീറ്റയാണ് അല്ലേ? ആ mg sin തീറ്റ അടിയിലോട്ട് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് പുറകിലോട്ട് അതേ ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതേ ഫോഴ്സിൽ പുറകോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ബാക്കി ചെയ്. ഇനി എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എസ് തന്നിട്ടില്ല, വി തന്നു, വിയും ടി തന്നു. അപ്പോൾ വി ഇൻറ്റു ടി ആണ് എസ് ഇൻറ്റു കോസ് തീറ്റ. ഉത്തരായി അല്ലേടാ? ചെയ് നോക്ക്, എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബ്ലോക്ക് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ മൊത്തം ഇൻക്ലൈൻ പ്ലെയിൻ ഒരു വി സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ടി ടൈം കഴിയുകയാണെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എത്ര കുട്ടാപ്പി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം ഈ ബോഡിയുടെ മാസ് എം ആണെങ്കിൽ ഇത് അടിയിലോട്ട് എന്ത് ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്? എം ജി സൈൻ തീറ്റ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എം ജി സൈൻ തീറ്റ ആക്ട് ചെയ്യുന്ന അടിയിലോട്ട് പോകുന്നില്ലെങ്കിൽ അർത്ഥം എന്താണ്? മുകളിലോട്ട് അതേ ഫ്രിക്ഷൻ ഫോഴ്സ് കളിക്കുന്നുണ്ട് അല്ലേ? അപ്ലൈഡ് ഫോഴ്സാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പം അല്ലേ? വെറുതെ മ്യൂ എം ജി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും എത്തണ്ട. അപ്ലൈഡ് ഫോഴ്സാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം എഫ് ആർ, അപ്പം എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വി ടി ഇൻറ്റു അല്ലേ എഫ് ഡോട്ട് എസ്. അപ്പോൾ എഫ് എസ് കോസ് തീറ്റ, അപ്പോൾ കോസ് എ തീറ്റ. മനസ്സിലായോ? എഫ് എസ് കോസ് തീറ്റ. ഇവർ രണ്ടാണ് തമ്മിലുള്ള ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി നെഗറ്റീവാണ്. സോ മൈനസ് എം ജി സൈൻ തീറ്റ കോസ് തീറ്റ എന്നതൊക്കെ സൈൻ 2 തീറ്റ ഉണ്ട്. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. സോ സൈൻ 2 തീറ്റ ബൈ 2 ആണ് എന്ത്? സൈൻ തീറ്റ കോസ് തീറ്റ. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മൈനസ് എം ജി 2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു വി ടി. ദിസ് ഈസ് ദി ഉത്തരം. മനസ്സിലായോ? സാധനം മനസ്സിലായോ? എടാ മനസ്സിലായോ? ഓക്കെ അല്ലേ? എടാ എല്ലാവരും എല്ലാവരും ഉറങ്ങിയോ? എല്ലാത്തിനും പിടിച്ച് ഞാൻ നല്ല നല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ കിടിലം ക്വസ്റ്റ്യനുകളാണ്. 2 IIT ക്വസ്റ്റ്യൻസാണ്. നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, എടാ എല്ലാവരും എന്തെങ്കിലും പറഞ്ഞേ. എല്ലാവരും എവിടെ പോയി? നാളെ എക്സാം ആയിട്ട് എല്ലാവരും പോയതാണ്. എന്താ സംഭവം? എന്താ മനസ്സിലാവുന്നില്ലേ? ബോറടിക്കുന്നുണ്ടോ? എടാ ഈ ചാപ്റ്ററില്ലേ, ആ ചാപ്റ്റർ ചെറിയൊരു ഡ്രൈ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ്. എടാ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ. എന്ത് ചെയ്തേടാ? ഇത് ചെയ്തേ. കമോൺ ചെയ്തേ. ചെയ്. A shell is fired from a cannon with a velocity v m meter per second, okay, at an angle theta with the horizontal. At the highest point in its path, it explodes into 2 pieces of equal masses. One of the pieces retraces its path to the cannon and the speed in meter per second of the other piece immediately after the explosion is എന്നാണ് ചോദ്യം. ചെയ്തേ സാധനം ചെയ്. ഹയസ്റ്റ് പോയിന്റിൽ വെച്ച് അത് 2 പീസസായി ചിഹ്നം ചിതറി. അതിൽ ഒരു പീസിന് എന്ത് സംഭവിച്ചു? ഒരു പീസ് തിരിച്ച് അതേ പാത്തിലൂടെ വന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേ ബോളിയുടെ വെലോസിറ്റി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ചെയ്തേടാ എല്ലാവരും, അതെങ്കിലും ഒന്ന് ചെയ്തേടാ.
സാർ മൈനസ് വന്ന ഒന്നുകൂടി പറയുക, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും ആ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് മൈനസ് കാണിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കിയ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും നെഗറ്റീവായിരിക്കും. എപ്പോഴല്ല, സോറി അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന എപ്പോഴും വർക്ക് നെഗറ്റീവ്. ഒരു ബ്ലോക്കിനെ മറ്റേ ബ്ലോക്ക് വെച്ച് നമ്മൾ രണ്ടും ഒരേ ബോഡി ആയിട്ട് പോകണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ബോഡി. അങ്ങനെ സോറി അങ്ങനെ പറയാൻ പറ്റില്ല. എടാ അതെന്താ പറഞ്ഞിട്ടുള്ളത്? ഹയസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് ഈ ബോർഡ് ഹയസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് അല്ലേ, അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പം മൊമെൻറ്റം, അപ്പോഴത്തെ മൊമെൻറ്റം എന്താണ്? മൊമെൻറ്റം ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു വാട്ട്? എം യു കോസ് തീറ്റ. സംശയമില്ലല്ലോ, എം യു കോസ് തീറ്റ ആണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? രണ്ട് പീസസായി, m/2 പീസായി, m/2 പീസായി. ഒരു ബോഡി തിരിച്ച് അതേ പാത്ത് റീട്രേസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതേ പാത്ത് റീട്രേസ് ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ബാക്കിലോട്ട് വി കോസ് തീറ്റ ആവണം. എന്നുവെച്ചാൽ അതിൻ്റെ വെലോസിറ്റി മൈനസ് യു കോസ് തീറ്റ ആവണം. ഓക്കെ, മൈനസ് യു കോസ് തീറ്റ ആവണം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി വി ഡാഷ് എന്തുവാ എന്നുള്ളതാണ് ചോദ്യം. സോ ദിസ് ഇസ് ദ മൊമെൻറ്റം ഫൈനൽ, ദിസ് ഇസ് ദ മൊമെൻറ്റം ഇനീഷ്യൽ. രണ്ട് ഇക്വേറ്റ് ചെയ്യുക. എം യു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് m/2 u cos തീറ്റ പ്ലസ് m/2 വി ഡാഷ്. മാക്സ് ചെയ്യുക. ഇതിനങ്ങോട്ട് കൊണ്ടുവന്ന് സംഭവിക്കുന്നു എം യു കോസ് തീറ്റ പ്ലസ് m/2 u cos തീറ്റ ഈസ് ഈക്വൽ ടു m/2 വി ഡാഷ്. So it is 3/2 m u cos theta is equal to m/2 v dash. 2 വെട്ടി m വെട്ടി. What is v dash? v dash is equal to 3 u cos theta. This is the answer. മനസ്സിലായോ? സാർ മാത്സ് എടുത്തില്ലെങ്കിൽ ഫിസിക്സ് ഡിഫിക്കൽട്ട് ആകുമോ? അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഫിസിക്സിന് വേണ്ട ആവശ്യമുള്ള ഒരു 10-15 ഇക്വേഷൻസ് ഉണ്ട്, 10-15 മാത്സ് സാധനങ്ങളുണ്ട്. അത് തിരിച്ച് മറിച്ച് പഠിച്ചാൽ ആ മാത്സ് മതി. ഓക്കെ, ഒരു നീറ്റ് കുട്ടീന് അത് മതി. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 3v cos theta. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ വളരെ അടിപൊളി ക്വസ്റ്റ്യൻ. ഇത് ചെയ്തവന് എൻ്റെ വക എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചുതരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തടാ. എടാ ഒന്നും തോന്നി, ഈ പാടില്ലടാ, കുറച്ചൊരു ഡ്രൈ ചാപ്റ്ററാണ്. ഓക്കെ, ഡ്രൈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഈ പാട് ശരിക്കും നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ലോസ് ഓഫ് മോഷൻ്റെ അപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആവണം. മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എന്നാലും വർക്ക് എനർജി പവർ പ്യൂർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കൊളീഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയാണ്. അതാണ് ചെറിയൊരു ഡ്രൈ ചാപ്റ്റർ എന്ന സെഷൻ ചെറിയൊരു ഡ്രൈ ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷേ നമ്മൾ നാളെ വരുമ്പം റൊട്ടേഷൻ മോഷൻ നമ്മൾ ഭയങ്കര പവറിൽ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ, ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്താൽ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവറൊക്കെ നിങ്ങൾക്ക് അത്രയും പക്കയാണെന്നാണ് അർത്ഥം. ഇതൊന്നും ചെയ്ത് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ ഇതുവരെ ചെയ്ത എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു കൾമിനേഷനാണ് സാധനം. ഇതൊന്നും ചെയ്ത് നിങ്ങൾക്കൊരു കാര്യം അറിയില്ലടാ, വേണ്ട ഇത് ചെയ്യും. രണ്ട് ഈക്വൽ ബോഡീസ് അല്ലേ, ആ സാധനം അറിയില്ലേ? രണ്ട് ഈക്വൽ ബോഡീസ് കൊളൈഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ? എലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ ഇൻ്റർചേഞ്ച് ദെയർ എനർജീസ്. അറിയില്ലേ? അല്ലെ, ദ ഇൻ്റർചേഞ്ച് ദെയർ വെലോസിറ്റീസ് അല്ലേ. ഒരു എം മാസിന് 3 വെലോസിറ്റി, ഒരു അതേ എം മാസിന് ഒരു 2 വെലോസിറ്റി. ഒരു കൊലീഷൻ പോയാൽ രണ്ടിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇവന് 2 വെലോസിറ്റി ആവും, ഇവന് 3 വെലോസിറ്റി ആവും. ഓക്കെ, അതൊന്നും ചെയ്ത് 2 identical balls A and B are released from the position as shown in the figure. They collide elastically on a horizontal portion M and N. Horizontal ഇവിടെ collide ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. Okay, the ratio of the heights attained by A and B after collision will be. After collision will be എന്നാണ് ചോദ്യം. എല്ലാവർക്കും ഞാൻ 2 മിനിറ്റ് സമയം തരാം. ഓക്കെ, എല്ലാവരും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സാധനം ചെയ്യട്ടെ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ, അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. എവിടെ ക്വസ്റ്റ്യൻ ചെയ് അവിടെ ചെയ്യടാ.
അതെങ്ങനെ സ്റ്റഡി ടു സക്സസ് എന്ന് പറയുന്ന അക്കൗണ്ടിലെ ആൾ സി എന്ന് പറയുന്നത്, അതെങ്ങനെ സി എന്ന് പറയുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എന്താ നീ ചെയ്തേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ചെയ് എടാ, ഈ ബോഡി എത്ര ഹൈറ്റിൽ നിന്ന് വരുന്നത്? 4h ഹൈറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും അല്ലേ? ഒരു 4h ഹൈറ്റിൽ നിന്ന്, ഈ ഹൈറ്റിൽ നിന്ന് 4h ഹൈറ്റിൽ നിന്ന് ഇടുകയാണെങ്കിൽ നമുക്കറിയാം √2gh ആണ് ഒരു h ഹൈറ്റിൻ്റെ ബോഡി ഇടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ 4h ഹൈറ്റിൽ നിന്ന് അല്ലേ, ഫസ്റ്റത്തെ പാഠത്തിൻ്റെ ഇക്വേഷനാണിത്. 4h ഹൈറ്റിൽ നിന്ന് ഇടുമ്പം യു ഇനീഷ്യൽ എന്തായിരിക്കും? ഇനീഷ്യൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? √2g × 4h ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, √2gh × 4h ആണ്. ഓക്കെ, ബി ബോഡിയുടെ വെലോസിറ്റി എന്താ? √2gh ആണ്. ഓക്കെ, ഇവർ രണ്ടാളും സെയിം ബോഡീസ് ആണ്. സെയിം ബോഡീസ് ഇലാസ്റ്റിക് കൊളൈഡ് ചെയ്യുമ്പോൾ രണ്ടാളും ഇൻ്റർചേഞ്ച് ദെയർ വെലോസിറ്റി. സോ ആഫ്റ്റർ കൊലീഷൻ VA എന്താടാ? √2gh ആയി. VB എന്താടാ? √8gh ആയി. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പം ഈ എ ബോഡി കൊളൈഡ് ചെയ്തിട്ട് എ ബോഡി തിരിച്ച് ഏത് ഹൈറ്റിലോട്ടാണ് കയറി പോവുക? 2gh, ഇതേ h ഹൈറ്റിലോട്ടാണ് കയറി പോവുക അല്ലേ? ഇത് ഉപയോഗിച്ചിട്ടില്ല. ഹാഫ് mVA² അല്ലേ mgh. ഓക്കെ, ഈ കൈനറ്റിക് എനർജി മൊത്തം പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. m വെട്ടി എന്താ v² എന്ന് പറഞ്ഞാൽ എന്തുവാ അവിടെ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഹാഫ് √2gh ² gh. സോ ഹാഫ് *2gh h'. എത്ര ഹൈറ്റ് എത്ര നമുക്ക് അറിയണം. ഓക്കെ, h'. സോ g വെട്ടി 2 വെട്ടി. സോ ദ ന്യൂ ഹൈറ്റ് h' h. എന്ന് വെച്ചാൽ ഈ ബോഡി തിരിച്ച് എ ബോഡി എത്ര ഹൈറ്റിലെത്തുന്നത്? h ഹൈറ്റിലാണ് എത്തുക. ഓക്കെ, സംശയം എന്തെയുണ്ടോ? സംശയമൊന്നുമില്ല. ഇനി ഈ ബി ബോഡി എത്ര ഹൈറ്റിലെത്തും എന്നുള്ളതാണ് ചോദ്യം. ബി ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കയറാൻ എത്ര ഹൈറ്റിലൂടെ? h ഹൈറ്റേ ഉള്ളൂ. മനസ്സിലായോ? h ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അത് 4h ഹൈറ്റിൻ്റെ വെലോസിറ്റി ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അറ്റത്തിൽ നിന്ന് അതെന്ത് സംഭവിക്കടാ? അത് ഇങ്ങനെ ചാടും അല്ലേ? പിന്നെ ഒരു ഹൈറ്റ് ചാടും. ഇവിടെ എന്ത് മോഷനായിടാ? ഒരു പ്രൊജക്റ്റൈൽ മോഷനായി. ആ പ്രൊജക്റ്റൈൽ മോഷൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടെത്തുക. ഇവിടുത്തെ വെലോസിറ്റി എത്ര ബാക്കിയുള്ളതെന്ന് കണ്ടെത്തുക. ആ ബാക്കിയുള്ള വെലോസിറ്റി മൊത്തം എന്തായിടാ? മാക്സിമം ഹൈറ്റിന് വേണ്ടി ഉപയോഗിച്ചു. ആ മാക്സിമം ഹൈറ്റ് പ്ലസ് ഈ ഹൈറ്റ് h ആഡ് ചെയ്താൽ ഇവൻ്റെ ബീൻ്റെ ഹൈറ്റ് കിട്ടും. എല്ലാവരും ചെയ്തേ. മനസ്സിലായോ? എ ബോഡി 4h ഹൈറ്റ് എന്നാണ് വരുന്നത്. എ ബോഡി √2g × 4h വെലോസിറ്റി ആയിട്ട് വരുന്നു. ഇവൻ വെറും √2gh വെലോസിറ്റി, രണ്ടാളും കൂട്ടിക്കൊണ്ട് രണ്ടാളും ഇൻ്റർചേഞ്ച് നടത്തുന്നു. ഇവൻ എ ബോഡി തിരിച്ച് h ഹൈറ്റിൽ കയറാനുള്ള വെലോസിറ്റി h ഹൈറ്റ് കയറി നിൽക്കും. ബി ബോഡിയെ സംബന്ധിച്ചോളം നമുക്ക് 4h ഹൈറ്റ് കയറാനുള്ള ഇതുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? h ഹൈറ്റ് കഴിയുമ്പോൾ പിന്നെ കയറാൻ ഹൈറ്റ് ഇല്ല. അപ്പോൾ അവൻ എന്ത് ഉപയോഗിക്കുന്നു? അത് ഉപയോഗിച്ച് അവൻ ചാടും അല്ലേ? ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ പോകും. ഒരു 60 ഡിഗ്രി ആംഗിളുള്ള ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ പോകും. ആ പ്രൊജക്റ്റൈൽ മോഷന് ഒരു മാക്സിമം ഹൈറ്റ് ഉണ്ടാവും. ആ ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? u² sin² θ / 2g. ആ u² എന്താ? പ്രൊജക്റ്റൈൽ മോഷൻ തുടങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി. അപ്പോൾ ഈ തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി എന്താ നമ്മൾ കണ്ടെത്തണം. ആ തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി കണ്ടെത്തുന്നു, ആ ഹൈറ്റ് കണ്ടെത്തുന്നു. അപ്പോൾ മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്റ്റൈൽ കിട്ടുന്നു. പ്ലസ് ഒരു h, ഓൾറെഡി ഒരു h എന്നാണ് ആ പ്രൊജക്റ്റൈൽ മോഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ആ h പ്ലസ് ആ പ്രൊജക്റ്റൈൽ മോഷൻ്റെ മാക്സിമം ഹൈറ്റ് രണ്ടും കൂടി ആഡ് ചെയ്താൽ ആ ബോഡിയുടെ ടോട്ടൽ ഹൈറ്റ് കിട്ടും. അങ്ങനെ ഈ സാധനം ഒന്ന് കണ്ടുപിടിച്ചേടാ. നല്ലൊരു ക്വസ്റ്റ്യൻ. കണ്ടുപിടിച്ചേ. കണ്ടുപിടി. ഇവിടെ എല്ലാവരും ചെയ്യും. ഈ ക്ലാസ്സിൽ എല്ലാവരും ചെയ്യും. എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള എല്ലാ ഐഡിയയും പറഞ്ഞു. ഇനി മാത്സ് ആക്കാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്സ് ആക്കി എല്ലാവരും ചെയ്തേടാ. ഇനി എന്തതിനപ്പുറം ചെയ്യാനുള്ളതിൽ ചെയ്. ചെയ്യടാ. യെസ്, VSV ടെക് ഗുഡ്. ആ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി √6gh ആയിരിക്കും.
അല്ലേ? ചെയ്യ്, എല്ലാവരും ചെയ്യ്. ഞാൻ തന്നെ ചെയ്യാം. നോക്ക്, ഇനി നോക്ക്, ഈ ബി ബോഡിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ എത്തുമ്പം അല്ലേ, അവൻ മറ്റൊന്ന് എത്ര എനർജി വാങ്ങിച്ചു അല്ലേ, എത്ര വെലോസിറ്റി, അവൻ്റെ വെലോസിറ്റി എത്ര, കയറുന്നതിന് മുമ്പ് 8 GH വെലോസിറ്റിയാണല്ലേ അല്ലേ? ഈ 8 പിന്നെ ഇപ്പോഴത്തെ കൈനറ്റിക് എനർജി, ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി എന്താ, കയറുന്നതിന് മുമ്പുള്ള കൈനറ്റിക് എനർജി എന്താ, ½ m × √8 GH². ഓക്കെ, അത് അവൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, mgh ഹൈറ്റ് കയറാൻ ഉപയോഗിക്കുന്നു അല്ലേ? ഒരു ഹൈറ്റിലോട്ട് അവൻ കയറുന്നുള്ളൂ, അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ എനർജി mgh ഹൈറ്റ് കയറാൻ ഉപയോഗിക്കുന്നു. പ്ലസ് അവൻ ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ, ബാക്കി പിന്നെ ഉണ്ടെങ്കിൽ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി നമുക്ക് അറിയണം. അപ്പോൾ ഞാൻ ½ mv' എന്ന് വിളിച്ചു. ഓക്കെ, എല്ലാ ഭാഗത്തുനിന്നും m ഞാൻ വെട്ടി, ഞാൻ മാക്സ് ചെയ്യുന്നു. അപ്പോൾ ½ × 8 GH = GH + ½ v'². ഓക്കെ, അപ്പം 8 എന്നുള്ള 4GH ആയി, 4GH ഇങ്ങോട്ട് 4GH, ഈ 4GH GH മൈനസ് ചെയ്ത് അപ്പോൾ 3GH ആയി. 3GH = ½ v'². അപ്പോൾ v'² എന്ന് പറഞ്ഞാൽ എന്തുവാടാ, v'² എന്തുവാ, v'² = 2 × 3GH which is 6GH അല്ലേ, 6GH. 6GH അപ്പോൾ v' എന്ന് പറഞ്ഞാൽ എന്താ, √6GH. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, v', ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, √6GH ആണ്. ഇനി ഇവൻ എന്താ ചെയ്യുക, ഇവനൊരു വെലോസിറ്റി ഉണ്ട്, ഇതൊരു 60 ഡിഗ്രി ആംഗിളാണ്, ഇവൻ ഇങ്ങനെ പോവും, ഇതൊരു പ്രൊജക്ടൈൽ മോഷനായി അല്ലേ, പ്രൊജക്ടൈൽ മോഷനെ മാക്സിമം അതിൻ്റെ ഇക്വേഷൻ എന്താണ്, h = u² sin² θ / 2g. u² നമുക്കറിയാം, u' എന്ന് പറഞ്ഞാൽ 6GH ആണ്. 6GH സ്ക്വയർ എന്താണ്, 6GH, √6GH സ്ക്വയർ എന്താണ്, 6GH. തീറ്റ എത്രയാ, 60, സൈൻ 60 എത്രയാ, √3/2, അതിൻ്റെ സ്ക്വയർ എത്രയാ, 3/4 × 2g. മാക്സ് ചെയ്യുന്നു, വെട്ടി 3 തവണ g വെട്ടി, ബാക്കി എന്താ ഉള്ളത്, 3 × 3 which is 9h/4. ഇതാണ് എന്ത്, ദ മാക്സിമം ഹൈറ്റ്. ഇത് 9h/4. ഓൾറെഡി അത് എത്ര കയറി, ഒരു h കയറി. സോ ടോട്ടൽ എത്ര ഹൈറ്റിലുള്ളടാ, എത്ര ഹൈറ്റ് കയറി, 9h/4 + h that is equal to 13h/4. ഇതാണ് ബി ബോഡി കയറിയത്. എ ബോഡി നേരത്തെ എത്ര കയറി എന്ന് ഞാൻ പറഞ്ഞേ, h ഹൈറ്റ് കയറി അല്ലേ. സോ a/b എന്ന് പറയുന്നത് h / 13h/4, h വെട്ടി, that is what, 4:13. This is the answer. മനസ്സിലായോ? വീണ്ടും ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ. 45 ഡിഗ്രി ആംഗിളിൽ നിന്ന് ഒരു ബോഡി വരുന്നു, ഒരു ബോഡി 60 ഡിഗ്രി ആംഗിളിൽ നിന്ന് ഒരു h ഹൈറ്റിൽ നിന്ന് വരുന്നു. ഓക്കെ, ഇവൻ 4h ഹൈറ്റിൽ നിന്ന് വരുന്നു. ഓക്കെ, ഇവൻ്റെ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ ഇവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2g × 4h ആയിരിക്കും. ഇവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √2g × വെറും h ആയിരിക്കും. ഓക്കെ, ആഫ്റ്റർ കൊലീഷൻ നടന്നതിന് ശേഷം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പം ഇവൻ്റെ ബോഡി, ബി ബോഡിയുടെ വെലോസിറ്റി ഇങ്ങോട്ട് √2g × 4h ആയിരിക്കും. ഇവൻ്റെ എ ബോഡിയുടെ ഇങ്ങോട്ടുള്ള വെലോസിറ്റി വെറും 2gh ആയിരിക്കും. അപ്പോൾ എ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ ഹൈറ്റ് ഉപയോഗിച്ച് എത്ര ഹൈറ്റ് കയറും എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ഈ കൈനറ്റിക് എനർജി മൊത്തം ഹൈറ്റ് കയറാൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. സോ ½ mva² = mgh ആയി മാറുന്നു. ½ m × va എന്ന് പറയുന്നത് √2gh ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2gh = mgh'. ഇതാണ് h' നമുക്ക് അറിയണ്ടേ, h'. സോ m വെട്ടി, g വെട്ടി, 2 വെട്ടി. സോ വാട്ട് ഈസ് h'? h ഹൈറ്റ് കയറും എന്നാണ് പറയുന്നത്. ഇപ്പോൾ h ഹൈറ്റ് കയറുന്നുള്ളൂ, എ ബോഡി h ഹൈറ്റ് കയറുന്നുള്ളൂ. ബി ബോഡിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്, കാരണം ഇവിടെ കയറാൻ ആകെ h ഹൈറ്റ് ദൂരം മാത്രമേ കയറാൻ ബാക്കിയുള്ളൂ.
ബി ബോഡിയെ സംബന്ധിച്ചോളം എച്ച് ദൂരം മാത്രമേ കയറാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? എച്ച് ദൂരം കയറും, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി മൊത്തം എന്താവും എന്നുള്ളൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവൻ്റെ കൈനറ്റിക് എനർജി ഇവിടെ അറ്റത്ത് ഏറ്റവും അടിയിൽ എന്ന് പറയുന്നത് ഹാഫ് എം ഇൻറ്റു ദിസ് സ്ക്വയർ. ഏത് സ്ക്വയർ? 2g അല്ലേ, 2g ഇൻറ്റു 4h അല്ലേ. അപ്പം റൂട്ട് ഓഫ് 2g ഇൻറ്റു 4h, ഇതാണ് ഇവൻ പുതിയ കിട്ടിയ വെലോസിറ്റി സ്ക്വയറാണ്. ഇത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടും. കാരണം എന്തുവാ? ഒന്ന് mg h ആയിട്ട് കയറാൻ, h ആയിട്ട് കയറാനേ ഉള്ളൂ. പിന്നെ ഈ അറ്റത്ത് നിൽക്കുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ബാക്കി എന്തായിട്ട് സ്റ്റോർ ചെയ്യും? കൈനറ്റിക് എനർജി ആയിട്ട് സ്കോർ ചെയ്യും. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി അതാണ് ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി മാക്സ് ചെയ്യുന്നു. മാക്സ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് എം ഞാൻ വെട്ടി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. ബ്രാക്കറ്റ് ആകുമ്പോൾ 8gh/2 ദാറ്റ് ഈസ് 4gh ഈസ് ഈക്വൽ ടു gh പ്ലസ് ഹാഫ് വി ഡാഷ് സ്ക്വയർ. ഇതിങ്ങോട്ട് പോകുമ്പോൾ 3gh ഈസ് ഈക്വൽ ടു ഹാഫ് വി ഡാഷ് സ്ക്വയർ. ഓക്കെ, 3gh ഈസ് ഈക്വൽ ടു ഹാഫ് വി ഡാഷ് സ്ക്വയർ. ഇനി മച്ചാൻ അങ്ങോട്ട് പോകുമ്പം 6gh റൂട്ടാണ് വി ഡാഷ്. അപ്പോൾ എന്താണ് പറയുന്നത്? എന്താണ് ആ ഡാറ്റ നമുക്ക് തരുന്നത്? ആ ഹയസ്റ്റ് പോയിന്റിൽ, ആ ഇംഗ്ലൈൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ, ഈ പോയിന്റിൽ അതിന് റൂട്ട് 6gh വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി അവിടെ വെറുതെ അടങ്ങിയിരിക്കുകയോ ഇല്ല. ഒരു 60 ഡിഗ്രി നിൽക്കുമ്പോൾ അത് ഇങ്ങനെ പോവും അല്ലേ. എന്നുവെച്ചാൽ അതൊരു പ്രൊജക്റ്റൈൽ മോഷന് പോകും. നമുക്കറിയാം ഒരു പ്രൊജക്റ്റൈൽ മോഷൻ മാക്സിമം ഹൈറ്റ് ഉണ്ട്. ആ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്തുവാ? u² sin² തീറ്റ ഡിവൈഡ് ബൈ 2g. u² എന്ന് പറഞ്ഞാൽ എന്താ? 6gh. sin² തീറ്റ 60 ഡിഗ്രിയാണ് അല്ലേ. ഇത് 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രി. അപ്പോൾ 60 sin 60 എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2. റൂട്ട് 3/2 സ്ക്വയർ എന്താ? 3/4. ബാക്കിയുള്ള 2g വെട്ടി. ഓക്കെ, ഈ 3 ടൈംസ് വെട്ടി. ബാക്കി എന്തൊക്കെയുള്ളത്? 3 ഇൻറ്റു 3h വിച്ച് ഈസ് 9h/4. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 9h/4. ഓൾറെഡി അതൊരു h ഹൈറ്റിലുള്ളത്. അപ്പോൾ ടോട്ടലി എത്ര ആയടാ? 9h/4 പ്ലസ് h വിച്ച് ഈസ് 13h/4. ഇതാണ് ബി ബോഡി അറ്റൈൻ ചെയ്തത്. നേരത്തെ ഓൾറെഡി പറഞ്ഞു എ ബോഡി അറ്റൈൻ ചെയ്തത് h ആണ്. ഈ രണ്ട് മച്ചന്മാരെ ഡിവൈഡ് ചെയ്യുന്നു, h വെട്ടുന്നു, ന്യൂമറിക് ഇടുന്നു. 4:13 ആണ് ഉത്തരം. ദിസ് ഈസ് ദ ഉത്തരം. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ. എന്ത് കിടിലൻ ക്വസ്റ്റ്യനാ, മനസ്സിലായോ? അപ്പം വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ പാടുള്ളൂ, ഇത്ര മാത്രമേ ഈ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ലോസ് ഓഫ് മോഷൻ പക്ക ആക്കിക്കോ. ലോസ് ഓഫ് മോഷൻ പക്ക ആക്കിയാൽ .s അത്രയേ പാടുള്ളൂ. പിന്നെ ഇതിൽ പുതിയൊരു എനർജി കൺസർവേഷൻ അല്ലെ, കൈനറ്റിക് എനർജി ഇസ്ഇക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സാധനം ഇക്വേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ. പിന്നെ കൊലീഷൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ ഇസിക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. വേറെ ഒന്നും ഈ പാടത്തിലില്ല. ഓക്കെ, ഇത്രയും പാടത്തിലുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക. ലോസ് നല്ലോണം പഠിച്ചാൽ ഈ പാഠം ബോണസ് ചാപ്റ്ററാണ്. നാളെ റൊട്ടേഷൻ മോഷൻ കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ സാധനം പറയണം, റോളിംഗ് മോഷൻ പറയണം, സർക്കുലർ മോഷൻ തന്നെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കാര്യങ്ങൾ പറയണം അല്ലേ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ കാര്യം പറയണം. കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. നമുക്ക് നല്ല അടിപൊളി നിങ്ങളെ എന്താ പറയുക, നിങ്ങളെല്ലാ ചിന്താമണ്ഡലങ്ങളും ഉണർത്തുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സോ നാളെയല്ല മറ്റന്നാളെ 10 മണിക്ക് നമ്മൾ കാണാം. എല്ലാവരും നിങ്ങൾ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സ് കൂട്ടി വരിക. സോ മറ്റന്നാളെ കാണാം. സോ സി യു. ഇറ്റ്സ് എ നൈറ്റ്. ബൈ. എടാ ക്ലാസ് കഴിഞ്ഞടാ. ഓക്കെ, നമ്മളൊരു 23-24 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺസെപ്റ്റും ഉപയോഗിച്ചുള്ള 23 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ബൈ.